ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായി വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവസഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കോളാർ മണ്ണിടിഞ്ഞ് ആ മണ്ണിനടിയിൽ ഒരു മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ ആ വാഹനത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. ഏറെക്കുറെ ഇന്ന് 6 ദിവസമായി ആ മണ്ണിനടിയിലാണ് ആ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ മാനസികാവസ്ഥകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അവിടുത്തെ സാഹചര്യങ്ങൾ എന്തു തന്നെയായിക്കൊള്ളട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്നും കാലാവസ്ഥ മോശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ വലിയ കരം ഇറങ്ങുവാൻ, ആ ചെറുപ്പക്കാരനെ ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതം ഇന്ന് പകൽ അവിടെ സംഭവിക്കണം. ഇനി ഒരു മണിക്കൂറോ ദിവസങ്ങളോ ഒന്നും നീണ്ടുപോകാൻ പാടില്ല. ഇന്ന് പകൽ തന്നെ അതിനകത്തൊരു വലിയ അത്ഭുതങ്ങൾ നടക്കണം. രണ്ടാമതായിട്ട് നിപ വൈറസിൻ്റെ വ്യാപനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിപ വന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പലരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന, അപകടം വരുത്തുന്ന ഒരു വൈറസാണ്. ഒരു മാസ്ക് കൊണ്ട് നിൽക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസഭയായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത ദൈവപ്രവൃത്തികൾ സംഭവിക്കുവാൻ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിൻ്റെ കരം ഈ രണ്ട് വിഷയത്തിനു വേണ്ടി ഇറങ്ങേണ്ടതിനു വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവസഭയുടെ ഉത്തരവാദിത്വം ഇതൊക്കെയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ വലിയ പ്രയാസങ്ങളുടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് പകൽ എല്ലാവരും വായികളെ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ആ മണ്ണിനിടയിൽ അടിയിൽ കിടക്കുന്ന മകനെ രക്ഷിക്കുവാനുള്ള ആ രക്ഷാപ്രവർത്തനത്തിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും, അതിന് ലീഡർഷിപ്പിന്, ഗവൺമെൻറ് അധികാരികൾക്ക് ദൈവത്തിന് ജ്ഞാനം കൊടുക്കുവാൻ, വേഗത്തിൽ അത് സംഭവിക്കുവാൻ, ആ ചെറുപ്പക്കാരൻ വേഗത്തിൽ പുറത്തു വരുവാൻ, വേഗത്തിൽ അത് കണ്ടെത്തുവാൻ, റഡാറിനേക്കാളും മാരകശേഷിയുള്ള യേശുവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇന്ന് പകൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റൂബാന ഹഷസിയാനി എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് റഗാ സധാനഗഷസിയാന്ധനീയ റബാദര ജഗൽക്കന വൈഡകരഗഷസിയാന്ധന റമരഗഷസിയാനീയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ മണ്ണിടിച്ചിലിൽ, ആ മണ്ണിനടിയിൽ കിടക്കുന്ന മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവനെ വേഗത്തിൽ കണ്ടെത്തുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അവൻ പുറത്തു വരുവാൻ, ജീവനോടെ പുറത്തു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ലാസറിനെ പുറത്തെടുക്കുവാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിപ വൈറസ് ഞങ്ങളുടെ സ്റ്റേറ്റിന് മേൽ വന്നു കഴിഞ്ഞുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ അതിന്റെ വ്യാപനത്തെ ഇല്ലാതാക്കുവാൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിന് ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഉടനീളം വ്യാപരിക്കട്ടെ. മറ്റെല്ലാ പകർച്ചവ്യാധികളുടെയും തുടക്കത്തിൽ തന്നെ ഇത് കിട്ടുപോകട്ടെ. അതിന്റെ ബീജങ്ങൾ ഇല്ലാതായി പോകട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ധുബാന വൈഡമനാദിയ അന്തരീക്ഷം ദൈവശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. റാഭാല വൈഡാന സന്ധന റമശസിയാന മറ്റെല്ലാ പകർച്ചവ്യാധികളും ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് നിർജ്ജീവമായി പോകട്ടെ. മെഡിക്കൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് മേല് ദൈവത്തിന് ശക്തി ഇറങ്ങി സകല ജനത്തെ സൂക്ഷിക്കേണ്ടതിനു വേണ്ടി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുകയാണ്. ശബ്ദമുയരട്ടെ, അന്യഭാഷകൾ ശബ്ദമുയരട്ടെ.
ധുരവാരവൽവൈഡമന അടകജകൽക്കന റാന്ധന മൗഷസിയാധാനീയ ഘോരബല വൈഡകരകൽക്കന ഹദുരമസിയാധാന റാഫൽ മൗഷസിയാനിയ. In the name of Jesus, in the name of Jesus, hallelujah. Rababa shambara rabaliya rabala. എല്ലാ പനിയുടെ പകർച്ചവ്യാധികളും ദേശം വിട്ടു പോകട്ടെ, ജനസ്വസ്ഥമായി മാറട്ടെ. ദേശത്തെ വാഴുന്ന പൈശാചിക ശക്തികളോട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സഭയായി ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം ദേശത്തിന്റെ മേൽ ഇറങ്ങുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. അല്പനേരം എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ച് ശബ്ദമുയർത്തി റബാല റമാനിയാൽഘനി അന്ധരിയ റമസിയാധുനിയ. സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും റാബാല വൈഡകരകൽക്കന ശഖാദര ജഗന്ധനാദിയാരഗജനീയ റാബാല റമാന സാധനിയ ശസിയാന്ധനിയ. യേശുവിന്റെ നാമത്തിൽ റാബാല വൈഡമനിയ. ശബ്ദം തുറന്നു വിട്ടേ, വായ് ശബ്ദം തുറന്നു വിട്ടേ. ഹോ ഷദനി അൽഗനിയ അലാദന ഹതുനി മൗഡഹസി അംദനി പ്രൗഷുസിയാനിയ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, our heavenly Father, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. we pray together. വിശേഷമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി നന്ദി. We thank you for your presence among us. അങ്ങ് ഇന്ന് പകൽ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. We thank you for bringing the people together here. ഓൺലൈൻ സർവീസിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. We pray for even those who are attending online. ദൈവകരം എല്ലാവരോടും കൂടെ ഇരിക്കണമേ. Let God's hand be upon every one of us. വചനം ആത്മാവിന്റെ ശക്തിയോടെ ഇവിടെ വെളിപ്പെടട്ടെ. Let the word manifest out in power. ബന്ധിതരുടെ മേലുള്ള ബന്ധനങ്ങൾ മുറിഞ്ഞു പോകട്ടെ. Let all the bondages be broken. രോഗികൾ സൗഖ്യമാകട്ടെ. Let the healing happen. മറഞ്ഞിരിക്കുന്ന അശുദ്ധയാത്മാക്കൾ, Let all the hidden evil spirits, എല്ലാ അശുദ്ധയാത്മാക്കൾ all the evil spirits, യേശുവിന്റെ നാമത്തിൽ in the name of Jesus, ജനത്തെ സ്വതന്ത്രരാക്കട്ടെ. let the people be set free. യേശുവിൻ നാമത്തിൽ ജനം സ്വതന്ത്രമാകട്ടെ. In the name of Jesus, let people be liberated. ഇന്ന് പകൽ അത് സംഭവിച്ചു തുടങ്ങട്ടെ. This afternoon, let it begin. ഹല്ലേലൂയ. Hallelujah. റാഭാല വൈഡാരാകാശസിയാന്ധനീയ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സഭയെ അനുഗ്രഹിക്കുന്നു. In your name, we bless the church. ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. Let your grace be upon every one of us. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. We give you all the glory. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe everyone is happy. ഹലോ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറയുക, കൈയൊന്നും കൊടുക്കണ്ട, ഇനി ആർക്കും ഞെട്ടലൊന്നും ഉണ്ടാകാതെ. സ്തോത്രം. കർത്താവ് ഇവിടെ ഉണ്ടെന്ന് പറ. Just tell to your neighbor that God is here. കയ്യെ കൊടുക്കണ്ടെന്ന് പറഞ്ഞുള്ളൂ, വായി ശബ്ദമൊന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല. You can tell with your mouth that God is ചിരിച്ചുകൊണ്ട് here. അടുത്തിരിക്കുന്നവർ പറ, കർത്താവ് ഇവിടെയുണ്ട്. God is here. കർത്താവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന. When I say God is here, it means He is here. ദൈവം അത് തെളിയിക്കുന്ന കർത്താവ്. And God is our God who proves it. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവ് എപ്പോഴും തൻ്റെ പ്രവർത്തികളെ തൻ്റെ ജനത്തിന് മുൻപാകെ തെളിയിക്കുന്ന കർത്താവ്. God, Jesus, is someone who proves His own actions and words. എത്ര പേർ ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? How many of you are believing it this afternoon? ഇതിനകത്തിരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് തെളിയിക്കുന്ന കർത്താവ്. Here, every one of us believe that God always gives His evidences. കഴിഞ്ഞ സൺഡേ സർവീസിൽ പരിശുദ്ധയാത്മാവ് ഒടുവിൽ ഇവിടെ ഒരു സിസ്റ്ററോട് പറഞ്ഞ ദൈവാലോചന, അന്ന് വൈകിട്ട് 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെ വിളിച്ചു, ആ ദൂത് അതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. Last Sunday, the prophecy that was told to the sister who was here at the end of the church has become true, and she called us by the evening and she told she was experiencing all that was prophesied. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. The God whom we preach is a living God. നാം ആരാധിക്കുന്ന ദൈവം
ജീവനുള്ള ദൈവമാണ്. The God whom we worship is a living God. മരിച്ചു കിടക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞു, ക്ഷേത്രങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. Paul said, I'm not preaching a God who is just an idol stuck in some temples. മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. I am talking and preaching about a God who desires to live in your heart and lives in your body. ഞാൻ വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടി അവൻ സമുദ്രങ്ങളെ വറ്റിക്കുന്നവനാണ്. And I believe, and if the one who believes in him, he is ready to even melt out the mountains. ചിറപോലെ കെട്ടി നിർത്തണമെങ്കിൽ അവയെ ദൈവം അങ്ങനെ നമുക്ക് വേണ്ടി ചിറപോലെ കെട്ടി നിർത്തുന്നവനാണ്. If something has to be stood still for us, he will definitely make it stand still for us. നാം എന്ത് വിശ്വസിക്കുമോ അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. And whatever you believe in, the same thing he is going to do for you. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്നവർ മാത്രം ആർത്തു വിളിച്ച് ഹല്ലേലൂയ. If you believe, tell and hallelujah. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവാലോചന ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. Holy Spirit has given me a very important thing to share it with you. പ്രാർത്ഥനയോടെ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. And with prayer I would like you to receive it. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഈ സെബുലോൻ മുതൽ ഈ ഹാളിനകത്ത് ഇരിക്കുന്ന അങ്ങ് പുറകിൽ വരെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും എല്ലാ വ്യക്തികളോടുമുള്ള ദൈവത്തിൻ്റെ വളരെ വ്യക്തതയുള്ള ആലോചനയാണ് നിങ്ങളുടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. I'm going to give you the God's counseling of what God wants to tell you from the smallest to the last people who are sitting here. ആ ദൈവാലോചനയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ കർത്താവ് തൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കും. As you receive the God's advice for you, God would stretch his hands for you. അത്ഭുത സാക്ഷ്യം ഇന്ന് പകൽ നമ്മൾ പ്രാരംഭമായി കേട്ട ശേഷം ദൈവിക ദൂതിലേക്ക് നാം ഒരുമിച്ച് വരികയാണ്. We are going to hear a miraculous testimony now, and then we would get back into the message. വേഗത്തിൽ മുന്നോട്ട് വരിക. ഹോറിമന ഹദുനിമാഉഷുയാനിയ. ഹല്ലേലൂയ. ദൈവം ജീവിക്കുന്നുവെന്ന് കേട്ട ശേഷം ദൈവം ജീവിക്കുന്നുവെന്ന് തെളിയിക്കാൻ പോകും. We just heard that God is alive, and we're going to get the evidence of how it is. Praise the Lord. ഇത് സിസ്റ്റർ സാറ വരിക്കോലിയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ സൺഡേ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സർവീസിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ പാസ്റ്റർ സിസ്റ്റർ സാറേനെ മുന്നോട്ട് വിളിച്ചിരുന്നു. എന്നിട്ട് ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം സാറയോട് കൈമാറിയിരുന്നു. അതിങ്ങനെയായിരുന്നു, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നടന്നാൽ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും എന്നുള്ളതിനോടൊപ്പം അതിനോട് ചേർന്ന ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരു ഭവനം ദൈവം സിസ്റ്റർ സാറയ്ക്ക് വേണ്ടി ഒരുക്കുന്നുവെന്ന്. ഇത് നമ്മളെല്ലാവരും കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. എത്ര പേര് കേട്ടായിരുന്നു? എല്ലാവരും കേട്ടായിരുന്നു. അതിനുശേഷം ഉള്ള ഭാഗമാണ്, വൈകുന്നേരം വീട്ടിൽ ചെന്ന് ഒരു 7 മണി ആയപ്പോഴേക്കും സിസ്റ്റർ സാറയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അത് ബ്ലോക്കിൽ നിന്നായിരുന്നു വന്നത്. ആ വ്യക്തി പറഞ്ഞത് സ്ഥലം ഓൾറെഡി സാറയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്, അതിനുള്ള പേപ്പേഴ്സ് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുവാനാണ് പറഞ്ഞത്. 7:30 ആയപ്പോഴേക്കെന്നെ സിസ്റ്റർ പാസ്റ്റർ വിളിച്ച കാര്യം അറിയിക്കുകയും ചെയ്തു. ഈ മകൾക്ക് വേണ്ടി കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. God has done a greater miracle for her, as she was expecting to get a house, and last week it was prophesied over her that she would be getting a home. വിഷയത്തിന് വേണ്ടി തന്നെ ഒത്തിരി വർഷം ട്രൈ ചെയ്യുക. We have been praying about trying for certain things, പക്ഷേ നടന്നില്ല. but it did not happen. പക്ഷേ കർത്താവ് ഒരു വാക്ക് പുറപ്പെടുവിച്ചു. When God set a word out for it, ഉടനെ നടന്നു. and it occurred instantly. അല്ലേ? ഹല്ലേലൂയ. ഈ മകൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതത്തിനായി കരങ്ങളെ ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞേ. Let's say hallelujah for what miracles God has done for her. ഇതിനകത്ത് നാമേ സഭ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവം ഒരു വാക്ക് പുറപ്പെടുവിക്കുന്നു, അതിന്റെ പേരാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. God sends a word ahead of you, and that is what we call as a promise of God. ദൈവം ഒരു വാക്ക് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, as he begins up a journey of the word, പിന്നെ ദൈവം നോക്കിക്കൊള്ളും, and the rest he will take care. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. He told to Abraham that I am the God who cares for you. ദൈവം എത്ര പറഞ്ഞാലും, in spite of whatever God said, അത് വിശ്വസിക്കുവാൻ
മണ്ടയില്ലാത്ത കുറെ പേരുണ്ട്. There are people who doesn't have a heart to and brain to obey. ഹല്ലേലൂയ. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. I just സ്തോത്രം. told you. ദൈവം എത്ര പറഞ്ഞാലും അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. No matter how many times God tells, but still there will be people who try to do things by themselves. ഹല്ലേലൂയ. പക്ഷേ അതൊന്നും നടക്കത്തില്ല. But no matter you try, but still it ദൈവം doesn't work. പറഞ്ഞത് മാത്രമേ നടക്കൂ. What comes true is what God said. വായി തുറന്നടുത്തിരിക്കുന്നവരോട് പറ, ദൈവം പറഞ്ഞത് മാത്രമേ സംഭവിക്കൂ. Tell to someone that what God has told you will definitely happen. ഇന്നിന്റെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവാലോചനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. I'm going to tell you an important thing about this morning. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദത്തത്തെ കുറിച്ചാണ് ഇന്ന് പകൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളത്. God is going to talk to us about a promise which was given to the people of Israel. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് നാളെ മുതൽ അടുത്ത 21 ദിവസം സഭയായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവസന്നിധിയിൽ അടുത്തു വരികയാണ്. And that is about the next coming 21 days we are going to be fasting and praying about that. ഉപവാസം എന്ന് പറയുന്നത് പെന്തിക്കോസുകാർ രൂപപ്പെടുത്തിയ ഒരു സ്ട്രക്ചർ അല്ല. ഉപവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്. Fasting is not about just a tradition or a custom started by someone else, but it is a covenant or a thing which God has done for the people of Israel. സുവിശേഷ വേലക്കാർ അവരുടെ സമയം ഒത്തിരി ഉള്ളത് കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നല്ല ഉപവാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. So fasting was like a promise which God has given for the people of Israel. അതുകൊണ്ട് തന്നെ നാളെ മുതൽ അടുത്ത 21 ദിവസം പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. And that is why the upcoming 21 days is going to be praise and worship and time spent with God. എന്ന് നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാം എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത്? And we have to know one important thing. Why are we fasting? നടക്കാത്ത കുറെ കാര്യങ്ങളെ നടപ്പിലാക്കുവാനുള്ളതല്ല ഉപവാസം എന്ന് പറയുന്നത്. Fasting is not about just waiting for things to happen, so I fast. നാം ആഹാരം കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ഒത്തിരി വിഷയങ്ങൾക്ക് ആഹാരം മാറ്റിവെച്ച് ഉപവസിക്കുന്നതല്ല ഉപവാസം എന്ന് പറയുന്നത്. Fasting is not that I just tried myself but it didn't work, so I'm going to fast and pray for it. എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം? What is the fasting that God desires? ഉപവാസത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണ്? What is the expectation that God had towards നാം fasting? ഉപവസിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? What is the dream that God has for you when you fast? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് നമുക്ക് വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. This afternoon Holy Spirit is going to tell to us about it. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം ഉപവാസത്തെക്കുറിച്ച് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. In Isaiah chapter 58 there's some prominent things discussing about fasting here. പഴയ നിയമത്തിൽ ഒത്തിരി പേര് ഉപവസിച്ചിട്ടുണ്ട്. In the old covenant where lots of people have fasted. ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു മോശ. Moses was someone who was called by God to go near ആ him. മോശ ദീർഘദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ടുണ്ട്. And Moses had prayed and fasted for so many days. ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ടുണ്ട്. Daniel as a person who had fasted for so long. എസ്തേറും എസ്രയും ഒക്കെ ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ടുണ്ട്. Esther and Ephraim, there are people like that who fasted. ദാവീദ് ഉപവസിച്ചിട്ടുണ്ട്. David have also done that. പഴയ നിയമത്തിൽ ഈ കാണുന്ന എല്ലാവരും തന്നെ ഉപവസിച്ചിട്ടുണ്ട്. In Old Testament we have lots of people like this fasted and എന്നാൽ prayed. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ When we come to the New Testament, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ചിരുന്നു. and even our Lord Jesus Christ have fasted. തന്റെ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു. His disciples were fasting. യേശു എന്തിനായി ഭൂമിയിൽ വന്നു? തന്റെ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടിയായിരുന്നു. ആദിമ സഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്താവിന്റെ അടുക്കൽ അടുത്തു വന്നു. And why did Jesus come here? The first day and the newborn church was fasting and praying together when the church was born. ആദിമസഭ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അവർ നേരിട്ട് കേട്ടു. And when the early church was praying with fasting, they heard the voice of Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ ശൗലിനെയും ബർന്നബാസിനെയും എന്റെ വേലയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന ശബ്ദം ആദിമസഭ നേരിട്ട് കേട്ടു. They heard the voice that Saul and Barnabas are being set apart for the missionary journey, and when they were fasting and praying. ആ ദൈവശബ്ദം നേരിട്ട് കേട്ടതോടുകൂടെ സഭയുടെ ആ വളർച്ച ഡൈനാമിക് ആയിരുന്നു. And after hearing the God's voice, the church growth was having a great tremendous growth. ആ ഉപവാസത്തിനകത്ത് ഒരു അപ്പസ്തോലൻ ജനിക്കുകയായിരുന്നു. And
And from that fasting, we could see an apostle was born. ആ അപ്പസ്തോലന്റെ ജനനത്തോടു കൂടെ ഹല്ലേലൂയ സഭയുടെ ചരിത്രം മാറുകയായിരുന്നു. And after the birth of that apostle, the church history is getting changed. അത്ഭുതങ്ങളും അടയാളങ്ങളും സഭ നേരിട്ട് കാണുവാൻ തുടങ്ങി. And church was witnessing lots of miracles and signs and wonders. ജാതീയ രാജാക്കന്മാരുടെ അരക്കച്ചകൾ ആ അപ്പസ്തോലന്റെ മുമ്പിൽ അഴിയപ്പെടുവാൻ തുടങ്ങി. The principalities and powers of other kingdoms were able to fall apart in front of the apostle. മതങ്ങളും രാജാക്കന്മാരും അവനെ പിടിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടു. Even though religion and kings were apart trying to catch him. അവനെ കല്ലെറിഞ്ഞ് കൊന്നു കളയുവാൻ വേണ്ടി പദ്ധതികൾ രൂപപ്പെട്ടു. And even they were trying to stone him down. കല്ലുകൾ കൊണ്ട് അവനെ തീർക്കുവാൻ സാധിച്ചില്ല. But stones could not give him what they wanted. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന സഭ കേട്ട ദൈവ ശബ്ദത്തിന് മുൻപാകെ ഒരു അപ്പസ്തോലൻ ജനിച്ചുവെങ്കിൽ ആ അപ്പസ്തോലന്റെ അന്ത്യം ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. If an apostle was born by this fasting and prayer, then his end is also determined by God. കപ്പൽ ഛേദം കൊണ്ട് അവനെ തകർക്കുവാൻ ശ്രമിച്ചു. A shipwreck could not destroy him. പക്ഷേ വെള്ളത്തിന് അവനെ മുക്കിക്കൊല്ലുവാൻ കഴിഞ്ഞില്ല. The water could not drown him down. അണലിയെ പറഞ്ഞു വിട്ട് അവന്റെ കൈത്തണ്ടയിൽ കടിച്ചു തൂങ്ങിക്കിടന്നു. And even when there was a viper which was trying to harm him, അണലികൾക്ക് അവനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. the snakes could not harm him. ഹല്ലേലൂയ. പക്ഷേ അവൻ ഉപവാസത്താൽ ജനിച്ചവൻ, ഉപവാസത്താൽ പുറത്തു വന്ന അപ്പസ്തോലൻ പ്രാർത്ഥിച്ചു കൊടുത്തുവിട്ട ഉത്തരീയത്തിനകത്ത് പോലും ദൈവശക്തി പുറപ്പെട്ടു. The one who was born by this fasting and apron from him was able to do lots of healing. ഹല്ലേലൂയ. Hallelujah. നീതി ദേവി ഇവനെ കടന്നാക്രമിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞവരുടെ മുൻപാകെ അവൻ ഒരു അത്ഭുത വിഷയമായി മാറി. He turned into a person who is being a greater miracle among those others. നാളെ മുതൽ ആരംഭിക്കുന്ന ഉപവാസത്തിന് മേല് ഹല്ലേലൂയ അന്ധകാര പൈശാചിക ശക്തികൾക്ക് മേല് ദൈവസഭയുടെ മേൽ ഒരു വലിയ അധികാരം പരിശുദ്ധാത്മാവ് കൈമാറാൻ പോവുകയാണ്. God is going to give us a greater authority over the principalities and power as we begin to fast and pray from tomorrow. അപ്പസ്തോലിക ശുശ്രൂഷകൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. There's going to be peoples with apostleship going to raise up. ഹല്ലേലൂയ. മറ്റാർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത ഒരു തലമുറയെ ദൈവം ഇവിടെ നിന്നും എഴുന്നേൽപ്പിക്കാൻ God പോവുകയാണ്. is going to raise up a generation which can't be held back by anything. അത് ജനിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ്. And how is this born? It is born through fasting and prayer. വിശ്വസിക്കുന്ന ആർത്ത് വിളിച്ച് ആമേൻ പറ. If you believe, tell an amen. ഒരുപാട് സഹോദരന്മാരുടെ കൈകളില്ലാത്തതുകൊണ്ടല്ല എനിക്കറിയാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. Lift up your hands and say hallelujah. ഇതിനകത്ത് നാം വരുന്നത് ശുശ്രൂഷകൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. We are coming here so that we could be involved in ministry. ഇതിനകത്ത് നാം വരുന്ന പ്രസംഗം കേൾക്കുവാൻ വേണ്ടിയല്ല. We are here not just only to listen കാരണം to the ഞാനൊരു sermon. നല്ല പ്രസംഗകനല്ല. And I'm not saying that I'm a great പക്ഷേ preacher. പരിശുദ്ധാത്മാവിന് നമ്മെ നന്നായി ശുശ്രൂഷിക്കാൻ അറിയാം. But Holy Spirit knows how to minister you. ഞാൻ ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയാണ്. I believe in that Holy Spirit. ഞാൻ ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ്. I depend on the Holy Spirit. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നല്ല ശുശ്രൂഷകളിലൂടെ നമ്മെ മുന്നോട്ട് വഴി നടത്തും. And that is why I believe Holy Spirit is going to lead us into good അത് ministry. വിശ്വസിക്കുന്ന ആർത്ത് വിളിച്ചാമേൻ. And if you believe, tell an amen. ഒരിക്കൽ കൂടി ആർത്ത് വിളിച്ചാമേൻ പറഞ്ഞാട്ടെ. Shout an amen. യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുന്നു. Isaiah 58 verse 6. അന്യായബന്ധനങ്ങളെ അഴിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാമത്തെ വചനമാണ് ഈ പ്രാവശ്യത്തെ 21 ദിവസത്തെ ഉപവാസത്തിന്റെ കീ വചനം എന്ന് പറയുന്നത്, താക്കോൽ വാക്യം എന്ന് പറയുന്നത്. This is the key word that we are going to be praying for this 21 days about in Isaiah 58 verse 6. ഏതൊറക്കത്തെ വിളിച്ചാൽ 21 ദിവസത്തിൽ ഏതൊറക്കത്തെ വിളിച്ചാൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രായമുള്ള വ്യക്തി വരെയും യെശയ്യാവിന്റെ പുസ്തകം 58:6 ആമേൻ വിളിച്ചു പറയണം. Even if I wake you up in the middle of the sleep, you should be able to tell me what it says in Isaiah 58 verse 6. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ വചനം എടുക്കാൻ കാരണം. സ്തോത്രം. അടുത്ത 21 ദിവസം എല്ലാവരുടെ വായിൽ നിന്നും ഈ വചനം പുറപ്പെട്ടുകൊണ്ടേയിരിക്കണം. And for the next 21 days from all of your mouth, this is what you have to keep confessing and saying. വായിച്ചു തുടങ്ങുന്നു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉപവാസത്തിൽ സംഭവിക്കുന്നത്. There are 4 important things which happens by fasting. ഒന്ന്, അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ വേണ്ടിയാണ് നാം ഉപവസിക്കുന്നത്. The first thing is to break the chains of the wickedness. അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയല്ല, It is not to get an admission in school, കല്യാണം നടക്കാൻ വേണ്ടിയല്ല, not to get your children get married, വിസ കിട്ടാൻ വേണ്ടിയല്ല, not just to get a visa ജോലി process, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല, not for any promotion in your ഇതിനു work. വേണ്ടി ഒന്നുമല്ല ഉപവസിക്കുന്നത്. We are not having any other reasons for fasting. ഉപവാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അന്യായമായ ബന്ധനങ്ങളെ അഴിച്ചു കളയാൻ The വേണ്ടിയാണ്. first reason we fast is so that we can break the chains of
wickedness. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നുകത്തിന്റെ ആമി കയറുകളെ അഴിക്കാൻ വേണ്ടിയാണ് നാം ഉപവസിക്കുന്നത്. The second thing is to untie the cords of the yoke. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനാ ഉപവസിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നവനും ഭക്ഷണവും മാറ്റിവെച്ച് ഉപവസിച്ച ശേഷം അവൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവരുണ്ട്. There are people who just fast, and even before they go to their prayer, they just fast to finish a prayer and then they go. അന്യ ദൈവങ്ങളുടെ അടുക്കൽ പോകുന്നവരുണ്ട്. There are people who even go after other gods. ആ തരത്തിലുള്ള ഒരു ഉപവാസമല്ല ഇത്. And it is not about just that sort of ഈ fasting. ഉപവാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ആരെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ദുരാത്മാവ് വന്ന് നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞിരിക്കണം, ഞാൻ ഉപവസിക്കുന്നത് സാത്താന് നിന്നെ അഴിക്കാൻ വേണ്ടിയാ. If anyone comes and asks you, even if an evil spirit asks you, you should tell them that I am fasting so that I can അന്യായ destroy you. ബന്ധനങ്ങളെ അഴിക്കാൻ. വായി തുറന്ന് പറ, അന്യായ ബന്ധനങ്ങളെ അഴിക്കാൻ. Open your mouth and say, to break the ഉറക്കെ chains പറ, of wickedness. പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ അന്യായ ബന്ധനങ്ങളെ അഴിക്കാൻ. To break the chains of wickedness. ഓ, ഈ ഭാഗത്തിരിക്കുന്ന എല്ലാവരും പറഞ്ഞ് അന്യായ ബന്ധനങ്ങളെ അഴിപ്പാൻ. To break the chains of wickedness. രണ്ട് നുകത്തിന്റെ ആമി കയറുകളെ തമ്മിൽ അഴിച്ചു കളയാൻ. To untie the cords of the yoke. ഈ ഉപവാസം കഴിയുമ്പോൾ അന്യായമായി ഒരു ബന്ധനവും ഒരു കുടുംബത്തിന്മേലും ഒരു ജനത്തിന്മേലും ഉണ്ടാകത്തില്ല. And after this fasting prayer, there cannot be any unwanted chains pulling people എന്നെ down. ഉയർത്താത്ത വിധത്തില് ഹല്ലേലൂയ നുകം വെച്ചിരിക്കുന്ന ആ കയറ് ഈ ഉപവാസത്താൽ അഴിഞ്ഞ് താഴെ വീഴും. By this fasting, whatever yoke is trying to pull me down and hinder my growth is going to be മൂന്നാമതായിട്ട് crushed. ഞാൻ ഉപവസിക്കുന്നത് സ്തോത്രം പീഡിതന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയാണ്. And the third thing is to set the oppressed free. ഏതെങ്കിലും മേഖലകളിൽ ആരെങ്കിലും എന്നെ ദണ്ഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അവസാന സമയമാണ്. ആ പീഡനത്തിന്റെ അവസാന സമയത്താണ് നീ വന്നെത്തി നിൽക്കുന്നത്. And if there is something which is trying to oppress you, then this is the last time for it. ചിലരെ ചിന്തകൾ കൊണ്ടായിരിക്കും. Maybe your thoughts are oppressing ചിലരെ you. കുറെ വർഷങ്ങൾക്ക് അപ്പുറത്ത് കേട്ട വാക്കുകൾ കൊണ്ടായിരിക്കാം. Maybe some words are trying to haunt you down. അധ്യാപകർ പറഞ്ഞ വാക്കുകളായിരിക്കാം. Maybe the words of your teachers. നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മാനേജർ പറഞ്ഞ വാക്കായിരിക്കാം. Maybe your managers have said something to you. തലകുനി ചിരിക്കരുത് ഭർത്താവ് പറഞ്ഞ വാക്കായിരിക്കാം. Maybe even sometimes the words of your ഭാര്യ പറഞ്ഞ husband, വാക്കായിരിക്കാം. or even the words of your ആ wife. പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ആ വേദന കൊണ്ട് പീഡനം അനുഭവിക്കുന്ന ദണ്ഡനം അനുഭവിക്കുന്നതിനകത്തു നിന്ന് സ്തോത്രം നീ ചാടി പുറത്തു വരാൻ പോകുക. The suffering that you're enduring because of this oppression is going to be set liberated. അതിനു വേണ്ടിയാ നാം ഉപവസിക്കുന്നത്. And that is the reason you're fasting. നാലാമതായിട്ട് എല്ലാ നുകങ്ങളെയും തകർക്കാൻ. Fourth thing is to tear off every yoke. ഹല്ലേലൂയ. എല്ലാ നുകങ്ങളെയും തകർക്കാൻ. To tear off every yoke. ഒരു നുകവും നിന്റെ കഴുത്തിൽ ഇരിക്കത്തില്ല. And there is no yoke which can be still tied to എല്ലാ your neck. നുകങ്ങളെയും നീ തകർക്കും. And all the yoke, you are going to be pulling it out. അടുത്തിരിക്കുന്നവരോട് പറ, എല്ലാ നുകത്തെയും ഞാൻ തകർക്കും. You'll have to tell to someone near to you, I am going to break off all the yoke. എല്ലാ നുകത്തെയും All the yoke, ഈ every yoke. ചർച്ചിനകത്തിരിക്കുന്ന ഈ ദൈവസഭയ്ക്കകത്ത് വരുന്ന ഹല്ലേലൂയ എല്ലാ വ്യക്തികളിലും ഈ 4 കാര്യങ്ങൾ സംഭവിക്കും. Whoever is here in the church and whoever is coming here on this fasting days, these 4 things are അതിനു going to be happening. വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത്. And that is why I'm fasting. ഇതുവരെയുള്ള ഉപവാസത്തിനകത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനത്തിലേക്ക് നമ്മൾ വരികയാ. Even if you have done anything miss before the fasting, now let us set back. ഹല്ലേലൂയ. സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. ആ ഉപവാസം റോങ് ആണ്, തെറ്റാണ്. Now people fast and pray so that their land can be sold. എന്നാൽ ഈ 4 വിധ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ But when these 4 things happen, നിന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം നടക്കും. and whatever is so far stuck in your life is going to occur. ആമേൻ. Amen. ഹല്ലേലൂയ. ഒന്ന്, അന്യായ ബന്ധനങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത്. To break the chains of the wickedness is why you fast. ഹല്ലേലൂയ. ശ്രദ്ധിച്ചുകൊള്ളുക, അന്യായ ബന്ധനങ്ങൾ എല്ലായ്പ്പോഴും I'll pay attention. Anytime the chains of wickedness, ജാതീയ ദൈവങ്ങളുമായി ജാതീയ ദേവന്മാരുമായി കണക്റ്റഡ് ആയിരിക്കും. and most of the time it is connected to the other religious gods and religious customs. ഹല്ലേലൂയ. നാം എല്ലാവരും യേശുവിനെ അറിയാത്തവരായിരുന്നു. Earlier we were the days where we did not know about God. ജാതീയ മാർഗങ്ങളിൽ ജാതീയ വഴികളിൽ ജീവിച്ചവരായിരുന്നു നാം എല്ലാവരും. We were following some other religions and customs. ആ കാലഘട്ടങ്ങളിൽ ജാതീയ ദൈവങ്ങളുമായി ജാതീയ ദേവന്മാരുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉടമ്പടി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. Maybe at that point of time, with our awareness or not awareness, there may be some connection that have happened with the gods there. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് As a relation തീർത്ഥാടന of that, കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുന്ന ആൾക്കാരുണ്ട്.
And there are people who still go to worshipping there. ഇവിടെയൊക്കെ പലയിടങ്ങളിൽ നടന്നു പോകുന്ന കാര്യം നിങ്ങൾക്കറിയാലോ. And there are, you can see that some things happening around here. People walk around. ചിലർ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകേണ്ടതിന് വേണ്ടി സംഭാവനയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടുകളിൽ വരുമായിരുന്നു. അറിയാത്ത കാലങ്ങളിൽ അതിനകത്ത് സംഭാവന കൊടുത്ത ഒത്തിരി പേര് എനിക്കറിയാം. Maybe when the temple or when someone comes and asks for donation, you may have paid something. എനിക്ക് പോകാൻ പറ്റുന്നില്ല, എന്നാൽ അവനോ അവളോ പോകുന്ന കൂട്ടത്തിൽ ഇതിരിക്കട്ടെ എന്ന് 2 രൂപ തൊട്ടിട്ട് കൊടുത്ത് വിട്ടവരുണ്ട്. And there are people who think that okay, I can't participate in all that, but then maybe I'll just give something. അശുദ്ധാത്മാവിന് അത് മതിയായിരുന്നു. An evil spirit, that would be sufficient enough. ഹല്ലേലൂയ. നിങ്ങളുടെ നിശബ്ദത എന്തിനെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. I feel that maybe you're afraid or worried about something. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും ഒരു ജാതീയ ദൈവവുമായിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉടമ്പടിയിലെത്തിയിട്ടുണ്ട്. If you had got into any covenant with these gods by knowing your knowledge or without knowledge. എന്നാൽ നിങ്ങൾ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എല്ലാവരും വീണ്ടും ജനിച്ചു കഴിഞ്ഞു. നാം ഒരു പുതിയ സൃഷ്ടിയായി മാറി. When we are being saved, we have been born again and now we are into new creation. നാം പുതിയ ഉടമ്പടിയിലൂടെ പുതിയ സൃഷ്ടിയായി മാറി കഴിഞ്ഞപ്പോൾ പഴയ അന്യ ദൈവങ്ങളുമായിട്ടുള്ള ഉടമ്പടി, as we have turned into new covenant by new creation, all that old things which has happened with those other gods, ആ ഉടമ്പടി എന്നേക്കുമായി മാഞ്ഞുപോയി. and that covenant with the other gods have been destroyed. എന്നാൽ ആ ഉടമ്പടിയിൽ ഏർപ്പെട്ടപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില തിന്മയുടെ പ്രവൃത്തികളുണ്ട്. Maybe because of that covenant that was there earlier, there might be some wickedness which follows you. നന്മയ്ക്ക് വേണ്ടിയായിരുന്നു നാം ചെയ്തത്. You tried to do something for good. നന്മയ്ക്ക് വേണ്ടിയെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതാ. And you did expect that something good is going to come. ഇന്ന സ്ഥലത്ത് പോയിക്കൊള്ളാം. അപ്പോൾ അന്യ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്തത് കവനന്റെ ഉടമ്പടിയാ. പക്ഷേ അതിനകത്തു നിന്ന് പുറപ്പെടുന്ന തിന്മകളുണ്ടല്ലോ. Now you thought that I would do this so that I would get something good, and maybe because of that there is some bad thing coming out. ആ തിന്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് അന്യായമായ ബന്ധനങ്ങൾക്കകത്ത് എന്റെ ജനം അകപ്പെട്ട് കിടക്കുകയാ. And that is what Holy Spirit reminds us of wickedness, the chains that might be catching you back. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ അന്യായ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് ദുഷ്ടതയിലേക്ക്, തിന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ബന്ധനമാ. In Genesis chapter 6 verse 5 we could see that there's a wickedness of men has become great upon the earth. അതാ ദേഷ്യപ്പെടണ്ട എന്ന് തീരുമാനിച്ചാൽ അന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കും. And for example, if you decide that you don't want to get angry on that day, maybe you would have showed it out to somebody else. എല്ലാ സൺഡേയും സഭായോഗത്തിന് കറക്റ്റ് 10 മണിക്ക് മുമ്പ് തന്നെ വരണമെന്ന് തീരുമാനിച്ചാൽ നീ അന്ന് മുതൽ 10:01 നിന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുന്ന, വൈകിപ്പിക്കുന്ന ഒരു അശുദ്ധാത്മാവ്. When you decide that you're going to come to the church on time, there may be always a spirit which tries to make you delay. കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ക്രമീകരണം ചെയ്ത് വീടടിച്ച് തൂത്തുവാരി വൃത്തിയാക്കി കുടുംബ പ്രാർത്ഥന എല്ലാം റെഡിയായി. നമ്മൾ വന്ന് സെൽമിറ്റി നടന്നതിനെ കുറിച്ചല്ല പറഞ്ഞു, അവനവൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അങ്ങനെയെല്ലാം റെഡിയായി. അന്ന് ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി. Now when you are just getting ready to pray, and at that point of time there may be some argument which happens between you and your husband. അന്ന് കുടുംബ പ്രാർത്ഥന നടക്കത്തില്ല. And that day the family prayer which you plan may not happen. പിറ്റേ ദിവസവും നടക്കത്തില്ല. And the next day also it doesn't work. ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല. And then it doesn't happen in your entire life. എന്നാ സമയത്ത് സീരിയൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് നടപ്പിലായിരിക്കും. But if you decide to do something else on the other time, it would have happened. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പാസ്റ്റർ, പക്ഷേ ആ കാര്യമൊക്കെ കൃത്യമായിട്ട് നടക്കും. And now you might be thinking, how does this happen? But I know it doesn't happen in that way. എന്നാൽ വചനം പറയുന്നു, 6-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ 5-ാമത്തെ വചനത്തിൽ പറയുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ള ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ, അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഇമാജിനേഷനുകൾ, സങ്കല്പങ്ങൾ, ചിന്തകൾ ഇതെല്ലാം ദോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അശുദ്ധയാത്മാവ്. There is an evil spirit which torments and changes the thoughts and imaginations and features of your heart. നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. പൗലോസ് പറയുന്നു, നല്ലത് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചാലും നല്ലതല്ലാത്തത് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. Even if Paul says that I want to think of good, but then I end up doing bad because there is an evil spirit which leads me in that way. ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ചിന്തകൾക്കകത്ത് സ്വാധീനിക്കുന്ന ദുഷ്ടത,
In the thoughts of a man's heart, there is something which is trying to influence them. അത് നിമിത്തമുള്ള അന്യായമായ ബന്ധനങ്ങൾ, And through that, you will get into this unwanted wickedness. അത് നിമിത്തം ആ അന്യായമായ ബന്ധനങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടന്നിട്ട് പുറത്തു വരാൻ കഴിയാതെ And through that, you get into a bondage and you're not able to set yourself അത് free. രോഗങ്ങളായി മാറുന്നു, And that turns into sickness. അത് ആയുസ്സിനെ വെട്ടിക്കുറയ്ക്കുന്നു, And that cut downs of your lifespan. അത് നന്മകളെ തടയുന്നു, And that hinders your good things. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത കാര്യങ്ങൾ. It stops you from moving forward in life. അതാണ് കർത്താവ് പറഞ്ഞത്, ഈ അന്യായ ബന്ധനങ്ങൾക്കകത്തു നിന്ന് That is why God says, from the chains of എന്റെ this ജനത്തെ wickedness. പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു വഴി ഉപദേശിച്ചു തരികയാ. And God is giving you an advice how to set yourself free. ഉപവസിക്കാൻ തയ്യാറാക. You have to be ready to be fasting. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ഉപവസിച്ചു പാസ്റ്ററേ. ഹല്ലേലൂയ. നീ ഉപവസിച്ചത് വേറെ പല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ലേ? അതിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത് അന്യായമായ ബന്ധനങ്ങൾ നിന്റെ ശരീരത്തിൽ നിന്നും നിന്റെ ഹൃദയത്തിനകത്തു നിന്നും പുറത്തു പോകേണ്ടതിനു വേണ്ടി എൻ്റെ വചനത്തോട് ചേർന്ന് നീ ഉപവസിക്കാൻ തുടങ്ങിയാൽ അന്യായ ബന്ധനങ്ങൾക്കകത്തു നിന്ന് നീ പുറത്തു വരും. You may be saying that I fasted many times, but this is not about that. So when you fast and pray in such a manner that you will be set free from all the chains of the wickedness. ഹല്ലേലൂയ. ഈ അന്യായമായ ബന്ധനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന 3 വഴികൾ പറഞ്ഞു തരാം. There are 3 things which leads you into this chain. ഒന്നാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ വായിച്ചു. In Psalms chapter 1 verse 1, 2 and 3. ഒന്നാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണേ. In Psalm 1 verse 1, 2 and 3. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനമാണ്. ആലോചന പ്രകാരം നടക്കാതെയും. കണ്ടോ, ഈ അന്യായമായ ബന്ധനങ്ങളിലേക്ക് നാം എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? And how are we led into these wickedness? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചനയ്ക്കകത്ത് നീ എവിടെയോ ചെന്ന് പെട്ടു. Now if you walk according to the counsel of the wicked people, നീ അറിയാതെ ദുഷ്ടന്മാരുടെ ആലോചനയ്ക്കകത്ത് നിന്നെ ദുരാത്മാവ് കയറ്റി. maybe the spirit led you into the counsel without your knowledge. രണ്ടാമത്തെ ഭാഗം പറയുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. കണ്ടോ, ഈ 3 തലത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ നിനക്ക് ആലോചന തരുവാൻ കഴിവുള്ള ഒരു പരിശുദ്ധയാത്മാവ് നിന്റെ കൂടെയുണ്ട്. You have a God, Holy Spirit, who is ready to counsel you. ആ പരിശുദ്ധയാത്മാവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ചാണ് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കേണ്ടത്. Your life is supposed to be decided based on how Holy Spirit tells you. നാട്ടുകാരൻ പറഞ്ഞതുപോലെയല്ല, അമ്മാച്ചൻ പറഞ്ഞതുപോലെയല്ല, നിന്റെ സ്നേഹിതനോ സ്നേഹിതയോ കൂടെ ജോലി ചെയ്യുന്നവനോ പറഞ്ഞതുപോലെയല്ല നീ ചെയ്യേണ്ടത്. പരിശുദ്ധയാത്മാവ് പറഞ്ഞതുപോലെ നീ ചെയ്യണം. You will have to follow what Holy Spirit says and not by what others say. ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവ് പറഞ്ഞതുപോലെ നീ ചെയ്താൽ ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ വചനം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. And if you follow what Holy Spirit tells you, when you reach the 3rd passage, it says whatever you does will prosper. അപ്പോൾ അന്യായമായ ബന്ധനങ്ങൾ എങ്ങനെ വന്നു? And how does this wicked chains come upon you? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടന്നു. And maybe sometimes you walked according to the counsel of the wicked. പാപികളുടെ വഴിയിൽ നീ എവിടെയോ ഇരുന്നു. You sat your foot on the path of the sinners. പരിഹാസികളുടെ ഇരിപ്പിടത്തോട് കൂടെ നീ ചേർന്നിരുന്നു. And you also made yourself a seat with the mockers. ജീവിതത്തിൽ എപ്പോഴോ, maybe at some point in your life. ഹല്ലേലൂയ. ഫോൺ വിളിയിലോ കമ്പനി കൂടിയതിലോ എവിടെയൊക്കെയോ നീ അറിയാതെ ഈ പറയുന്ന അന്യായമായ ബന്ധനത്തിന്റെ ശക്തി നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മേൽ വന്നു. Without your own knowledge, this has happened to you, but any point of time in your life. പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ജനത്തെ ഞാൻ കൈവിടത്തില്ല. And Holy Spirit says, I would never let my people വചനം പറയുന്നു, down. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. Bible says, I am there with the end of the earth with you. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. And I will never leave you down. നിങ്ങളെ എനിക്ക് പുറത്തു കൊണ്ടുവരാനുണ്ട്. I have a time that I want to set you out. അതുകൊണ്ട് നിങ്ങൾ എന്റെ ശബ്ദത്തിന് വേണ്ടി ദിവസങ്ങളിൽ അനുസരിക്കാൻ തയ്യാറായാൽ എന്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. And if you're ready to listen to my voice, I'm going to set my people free. അന്യായമായ ബന്ധനങ്ങളിട്ട് ജീവിതങ്ങളെ തകർക്കുന്ന ദണ്ഡനത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പൈശാചിക ശക്തികൾക്കകത്തുനിന്നും ജനത്തെ എനിക്ക് സ്വതന്ത്രമാക്കാനുണ്ട്. God says that He wants to set people free from all these chains of wickedness. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? നീ ഉപവസിക്കണം. And for that, what am I supposed to do? I am supposed to fast. ഉപവാസം നിങ്ങൾക്ക് പേടിയുള്ള ആൾക്കാരുണ്ട്.
But when I say about fasting, sometimes people get scared. മെഡിക്കൽ കോളേജിൽ പോയിരുന്നപ്പോൾ ഡോക്ടറെ കാണാൻ പോയിരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടി വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, വൈകുന്നേരം കഴിച്ചിട്ടില്ല, രാത്രി കഴിച്ചിട്ടില്ല. സ്തോത്രം. When you wait for seeing a consultant or a doctor, then you have to wait the whole day and you did not eat your food for the entire അവിടെ day. അങ്ങനെ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല. And people are not bothered even if they had to stay without food for one full day. മാവേലി സ്റ്റോറിൽ പോയി വെള്ളം കുടിക്കാൻ നിൽക്കുന്നതിന് കുഴപ്പമില്ല. And even if they have to drink water somewhere else. പക്ഷേ സാമൻ ഉപവാസം എന്ന് കേൾക്കുമ്പോഴേ, But when they hear the word fasting, ഇപ്പോൾ ഞാനിവിടെ ഉപവാസം അനൗൺസ് ചെയ്യുന്നത് ചിലർക്ക് അന്നേരം മുതലേ അസിഡിറ്റിയാ. and from the time I said as fasting, people start getting acidity from that point. ഉപവാസം എന്ന് ഞാൻ പറഞ്ഞാൽ മതി, അന്നേരം അസിഡിറ്റി ഉള്ള ആൾക്കാരുണ്ട്. And when I say that is fasting, there's going to be acidity problem for some of them. ഭയങ്കരമായി നീ ശ്രദ്ധിക്കണം. നിന്റെ മേൽ എന്തുണ്ട്? അന്യായ ബന്ധനത്തിൽ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുക. Now if it is happening to you, then you have to check on yourself that maybe you're tied up with the chains of wickedness. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. സന്തോഷമുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ. If you're happy, tell a hallelujah. നിങ്ങൾ പറയുന്നത് ഹല്ലേലൂയ പറയാതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ കാര്യം എങ്ങനെ പാസ്റ്റർ അറിഞ്ഞെന്നാ. Now you may be thinking that how did pastor know everything about me? അപ്പോൾ ഈ 1-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം അനുസരിച്ച് നീ നടന്ന് അടുത്ത വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനത്തെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ നീ ധ്യാനിച്ചാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ നീ ഇരിക്കും, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. And so if you are someone who is delighting in the law of the Lord, and definitely as the following verse says, you will be like a tree. ഇതിനു വേണ്ടിയ കർത്താവ് വിളിച്ചത്. And this is why God called you. പക്ഷെ നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഇതല്ല. But what comes out of you is not this. ഇതിനു വേണ്ടിയ കുടുംബമായി വിളിച്ചു പുറത്തു കൊണ്ടുവന്നത്. God called you as a family for this purpose. പക്ഷേ നിങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നത് ഇതല്ല. But what comes out of you is not this. അതിന്റെ കാര്യം എന്താണ്? അന്യായമായ ബന്ധനങ്ങളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Because you are tied up by the chains of wickedness. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയാം, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. And I'm telling you in the spirit, do not give in. ഈ അന്യായ ബന്ധനങ്ങൾക്കകത്തു നിന്ന് നിങ്ങൾ പുറത്തു വരണം. You will have to decide that you want to set yourself free from this. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ പ്രാപിക്കണം. You have to receive the blessings that God has ആ kept for you. സമൃദ്ധിയായ ജീവിതത്തെ, That abundant life. കുടുംബാന്തരീക്ഷത്തിനകത്തുള്ള അസ്വസ്ഥതകൾക്കകത്തു നിന്ന് നിങ്ങൾ പുറത്തു വരണം. You will have to come out of all those disturbances from your family. കുടുംബമായി നിങ്ങളെ വിളിച്ചിറക്കിയത് സന്തോഷത്തിലേക്ക്, സംതൃപ്തിയിലേക്കുമാ. God called you so that you can live a happy life in abundance. എന്നാൽ അതിലേക്ക് എനിക്ക് എത്തുവാൻ കഴിയാതെ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ഹല്ലേലൂയ നിങ്ങൾ ബന്ധിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാം. സ്തോത്രം. പക്ഷേ പുറത്തു വരാൻ പറയാൻ പറ്റത്തില്ല. Now if you feel like I'm caught up by all of these other problems and you still don't know what to do, പുറത്ത് ആരോടും പറയാൻ പറ്റത്തില്ല. you're not able to tell it to anybody else. വിശ്വാസത്തിൽ വന്ന് 12 വർഷമായി ഇനി ആരോട് പറയും? Now I've been in ministry for so many years and how 14 can I വർഷമായി say, ഇനി ആരോടെങ്കിലും പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? I've been a believer for so many years and how can I disclose this to others? അവർ എന്ത് വിചാരിക്കും, ഇവർ എന്ത് വിചാരിക്കും എന്നല്ല വിഷയം. പിന്നെയോ ഹല്ലേലൂയ ഈ അന്യായ ബന്ധനങ്ങൾക്കകത്തു നിന്ന് എനിക്ക് പുറത്തു വരണം. It is not about what people think about you, but you should make a decision that I want to get myself സഭയെ free. ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, ദുരഭിമാനത്തെ എടുത്ത് മാറ്റിവെക്കുക. And God says something from the church that you'll have to put aside all those ഉപവസിക്കുവാനും things. പ്രാർത്ഥിക്കുവാനും കുടുംബങ്ങളായി വ്യക്തികളായി തയ്യാറാവുക. As a church, as a family, an individual, you should be ready to fast and pray. ഹല്ലേലൂയ. Hallelujah. ഈ അന്യായമായ ബന്ധനങ്ങളാണ് നിങ്ങളെ പിറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. This chain of wickedness is what is pulling you back. പ്രാർത്ഥനയോട് വിരക്തി ഉണ്ടാകുന്നത്, Maybe you're fed up with prayer. ആത്മീക താല്പര്യമില്ലാതെയാക്കി കളയുന്നത്, You don't have interest towards spirituality. സ്നാനപ്പെട്ടതല്ലേ എങ്ങനെയെങ്കിലും ഞായറാഴ്ചയെങ്കിലും വന്ന് ചാകുന്നവരെ വന്ന് അവസാനം പുത്തം കുരിശിൽ പോയി കിടക്കണം എന്ന ചിന്തയ്ക്ക് വേണ്ടി അല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവം നിങ്ങളെ വിളിച്ചത് സമൃദ്ധിയായൊരു ജീവനിൽ നിറയപ്പെടാനും അത് നിലനിൽക്കുവാനും വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. God has called you so that you can live in a life with fullness and abundance and have it enjoyed all through the time. ഹല്ലേലൂയ. അന്യായമായ ബന്ധനങ്ങൾ എനിക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് അടുത്ത 3 കാര്യങ്ങൾ പറഞ്ഞു തരാം. And I'm going to tell you about the next 3 things, how you can check yourself about these chains. ഈ അന്യായ ബന്ധനങ്ങൾ ഉള്ളവര്, Someone who is caught up in this chain, അവരെപ്പോഴും ദൂഷണം പറയുന്നവരായിരിക്കും. and they're talking about blabbering about things. അവർക്കെപ്പോഴും വേറൊരു വ്യക്തിയെ കുറിച്ചായിരിക്കും അവരുടെ സംസാരം. They keep gossiping or they keep talking about somebody else. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിൽ സംസാരിക്കുന്നതിൽ അവർക്ക് ഒരുപാട് താല്പര്യങ്ങളാ. And they always interested in gossiping about others. ഹല്ലേലൂയ. നിങ്ങൾ അന്യായമായ ബന്ധനത്തിലാണ്.
And if you are a person who enjoys doing that, then you are under this chains. അവർ മറ്റു കുടുംബങ്ങളെ കുറിച്ച് സംസാരിക്കും. They talk about somebody else. എപ്പോഴും അവരുടെ വിഷയം അതായിരിക്കും. And the prime talkers will be always about ചർച്ചിൽ that. വരുന്നവരെ കുറിച്ച് അവരുടെ സംസാരം. They'll be talking about the other believers in church. മറ്റു കുടുംബങ്ങളെ കുറിച്ച് അവരുടെ സംസാരം. They talk about other families. ദൈവത്തെ കുറിച്ചോ ദൈവപ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് സമയമില്ല. They don't talk about God or His അവർ manifestations. നിരന്തരമായി മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കും. Constantly they keep talking about others. മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. And they keep telling negative things about others. മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറയും. They keep blaming others for something. തന്റെ സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. They also tell negative things about their own family, അയൽവാസികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. about their own neighbors. ഹല്ലേലൂയ. ദൂഷണം നിരന്തരമായി പറഞ്ഞുകൊണ്ട് നടക്കും. There's always negativity from their mouth. അങ്ങനെയുള്ളതിന്റെ കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. വചനം പറയുന്നു അന്യായമായ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അന്യ ദൈവവുമായിട്ടുള്ള ആ വ്യക്തിയുടെ കവനന്റ് ഇന്നും നിലനിൽക്കുന്നു. ആ കാരണത്താലാണ് സ്തോത്രം ദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. Why is someone behaving like this? Because they still have some covenant with that other god which they had made. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. I believe that you're understanding what I'm saying. അതിനകത്തു നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ പറയുന്നു സ്തോത്രം ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. And to set yourself free is why Holy Spirit tells you have to fast and യോവേൽ pray. പ്രവാചകൻ പറയുകയാണ് പുരോഹിതന്മാരെ ജനത്തെ വിളിച്ചുകൂട്ടുക. Joel says that you'll have to call all the priests. ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുക. Let's declare a fasting. എന്റെ ജനം വന്ന് അലമുറയിട്ട് കരയട്ടെ. And let my people come and cry. എന്റെ ജനമോടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയട്ടെ. Let them repent from their sins. അന്യായ ബന്ധനങ്ങളാൽ വിട്ടലുകളാലും തുള്ളലുകളാലും പുഴുക്കളാലും ആമേൻ ഇവരുടെ നന്മയും അനുഗ്രഹവും സന്തോഷവും സംതൃപ്തിയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനകത്തു നിന്ന് ഈ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ രക്ഷിക്കുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. Even though there's destruction among my people, but then I have a plan that I wanted to save them. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യോവേൽ പറയും നിങ്ങൾക്ക് വീഞ്ഞു തരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. Joel says, I desire to give you wine. നിങ്ങൾക്ക് എണ്ണ തരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I desire to give you oil. അതുകൊണ്ട് അവസാനിക്കുന്നില്ല, നിങ്ങളെ എനിക്ക് അനുഗ്രഹിപ്പാൻ പദ്ധതിയുണ്ട്. And I also have a plan to bless you. എന്റെ ആത്മാവിനെ തരുവാൻ എന്റെ ആത്മാവിനെ മുഴുവനായും തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I also wish to give my entire spirit for you. അതുകൊണ്ട് നിങ്ങൾ പ്രവാചക ശബ്ദത്തിന് കീഴടങ്ങുക. And he says that is the reason you'll have to follow what is ദൈവ prophesied. ശബ്ദത്തിന് മുൻപാകെ സറണ്ടർ ചെയ്യുക. Surrender yourself into God's voice. ദൈവഹിത പ്രകാരമുള്ള ഒരു ഉപവാസത്തിനായിട്ട് ഒരുങ്ങുക. And get yourself prepared for the fasting that അവിടെ God desires. സ്വർഗ്ഗം ഇറങ്ങി വരും. And there heaven comes down. അവിടെ സ്വർഗ്ഗം ഇറങ്ങി വരും. And then heaven comes down. അന്യായമായ ബന്ധനങ്ങൾക്കകത്തു നിന്ന് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരും. Holy Spirit is going to set his people free from those chains. ദൈവാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉപവാസം വളരെ വ്യക്തിപരമായിരിക്കും. And this fasting that's going to be more individualistic. ഞാൻ as I എടുത്തു പറയുന്നു, understand. ഒരുവൻ ഉപവസിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ അവനെ ദൈവം വിടുവിച്ചിരിക്കും. And if any individual is desiring to set himself free and if they fast, then definitely God will set Hallelujah. them free. കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കുക, സ്തോത്രം ഉപവസിക്കാൻ തീരുമാനിക്കുകയ. ഹല്ലേലൂയ. അതു നിമിത്തോടെ കുടുംബത്തിനകത്ത് ഭയങ്കരമായ അനുഗ്രഹത്തെ ദൈവം തുറന്നുവിടും. And if husband and wife decide to do this together, there's going to be a greater blessing opened up for them. ചിലർ പറയും സമയം ഒട്ടുമില്ല, സമയമില്ല, ജൂലൈ സമയമില്ല. They may say that I don't have time. അങ്ങനെയുള്ളവർക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു മാസത്തിൽ സമയമുണ്ടാകത്തില്ല. പിശാചിന് പുതിയ മാസം നിനക്ക് വേണ്ടി സൃഷ്ടിക്കേണ്ടി വരും. Now if you keep saying that I have no time, then from the entire year you will never find any time for prayer. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. എന്നാൽ അങ്ങനെ ഉപവസിക്കുവാൻ തയ്യാറാകുന്നവർ, ദൂഷണം പറയുന്നവര്, സ്തോത്രം ശ്രദ്ധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. മറ്റൊരാളെ കുറിച്ചാണോ നിന്റെ സംസാരം? മറ്റൊരാളെ കുറിച്ചാണോ? ആമേ ശുശ്രൂഷകനെ കുറിച്ച്, ആമേ ആരെ കുറിച്ചെങ്കിലും ഒക്കെ നീ എപ്പോഴും അവർക്ക് ആരെ കുറിച്ചെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര വീർപ്പുമുട്ടാ. And now there may be people who always wanted to gossip or talk about somebody else, otherwise they feel like they don't have breath. ഇതാ നിങ്ങൾക്കൊരു സത്വർത്തമാനം. And now this is something we want to tell you. ദൈവസന്നിധിയിൽ ഉപവസിക്കുക. You will have to fast in God's presence. അവരെത്ര ശ്രമിച്ചാലും അവരറിയാതെ അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ്, Even the moment they try, but still there's an evil spirit which tries to operate on them. മറ്റൊരാളുടെ കാര്യം അന്വേഷിക്കുവാൻ അവരെ വ്യഗ്രതയുള്ളവരാക്കി മാറ്റും. And there is an interest in knowing about other people's matters. താല്പര്യമുള്ളവരാക്കി മാറ്റും. They are really curious about knowing other things. അവർക്ക് അതിനോട് താല്പര്യമില്ല. പൗലോസ് പറയും, ഞാൻ ഇച്ഛിക്കാത്ത പാപം ചെയ്തു പോവുകയാണ്.
And Paul says, even though I don't desire much, but then I end up doing it. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോവുകയാ. But even though I don't want it, but then I end up ഇതുപോലെ doing it. ഇച്ഛിക്കാത്ത കാര്യങ്ങൾ Sometimes which you think that you don't want to do it. ചിന്തിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്ന ആമേൻ ഈ അന്യായ ബന്ധനങ്ങൾക്കകത്ത് നിന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ ജാതി വിട്ടുപോവുകയില്ല. But still, if you're caught up, but then you want to set yourself free, there is only fasting as a solution. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അന്യായമായ ബന്ധനങ്ങൾ ഉള്ളവരുടെ രണ്ടാമത്തെ പ്രത്യേകത അവർ ഭയങ്കര അഹങ്കാരികളായിരിക്കും. And the second thing, they may be very arrogant. ജ്ഞാനമെന്ന ഭാവം അവർക്കുണ്ടായിരിക്കും. And they think that I am everything. വിനയമോ എളിമയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. They don't have humility in their life. എല്ലാം അറിയാവുന്ന ഭാവം. They think that they would know everything. പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. But they don't know anything ഉൽപ്പത്തി മുതൽ actually. വെളിപ്പാട് വരെ മുഴുവനും അറിയാവുന്ന ഭാവമാ. But the way they act as if they know everything from the Bible. മുഴുവൻ ആലോചനകളും അറിയാവുന്ന ഭാവമാ. They act like as if they have greater knowledge. അവർ അഹങ്കരിച്ച് നടക്കുകയാ. And they are just thinking that they know ഞാൻ എന്ന everything. ഭാവത്തിൽ നടക്കുകയാ. They think that I am such a greater person. അന്യായമായ ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ളവർ. And such type of bondage is what people are filled with this chains. എനിക്കൊരു കുഴപ്പമില്ല. They think I have no problem. ഞാൻ ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. Now I didn't pray. If I don't fast, I have no എനിക്ക് എന്റെ issues. കുടുംബത്തിനോ എന്റെ പിള്ളേർക്കോ ഒരു കുഴപ്പമില്ല. Me and my family, my children, we don't have ഈ any problem. അഹങ്കാര സ്വഭാവത്തെ This adamant nature of us, ദൈവത്തിന് മാറ്റിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to change. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 11-ാമത്തെയും 2-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. അഹങ്കാരം വരുമ്പോൾ എന്തു വരുന്നു? ലജ്ജയും വരുന്നു. അഹങ്കാരമുള്ളവൻ എവിടെയെങ്കിലും ലജ്ജിക്കപ്പെടേണ്ടി വരും. The one who has pride definitely will have to face the consequences. ഹല്ലേലൂയ. എവിടെയെങ്കിലും അഹങ്കാരം ആമേൻ എന്നത് ആരും അറിയാതെ സ്തോത്രം അവർ അഹങ്കരിച്ച് നടക്കുകയാ. Without anyone's knowledge, they think that they are എല്ലാം having all ഉണ്ടെന്ന things. ഭാവത്തിൽ നടക്കുകയാ. They act like as if they have everything. എന്നാൽ വചനം പറയുന്നു, But the scripture says, അഹങ്കാരമുള്ള വ്യക്തിക്ക് കാത്തിരിക്കുന്ന മറ്റൊന്നുണ്ട്, അവൻ പരസ്യമായി ലജ്ജിക്കപ്പെടേണ്ടി വരും. the one who acts in that way is definitely going to be put to shame. എന്നാൽ താഴ്മയുള്ളവന്റെ കയ്യിലോ എന്തുണ്ട്? അവന്റെ കയ്യിൽ ജ്ഞാനമുണ്ട്. But the one who has humility, he has a greater wisdom. ദൈവത്തിന് ജ്ഞാനമുള്ളവരായി തീരുവാനായിട്ടാ ദൈവം നമ്മെ വിളിച്ചത്. God called us so that we could have his wisdom on us. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ കൃപയെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. And that is why God has given his grace upon us. അപ്പോൾ ഹല്ലേലൂയ, അന്യായമായ ബന്ധനങ്ങൾ ഉള്ള വ്യക്തികൾ സ്തോത്രം അവരുടെ പ്രത്യേകതയാണ് അഹങ്കാര ഭാവത്താൽ അവർ നടക്കും. The one who behave like this will be the one who's caught up in his chains too. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ സ്തോത്രം പരിശുദ്ധാത്മ പറയുന്നു, അഹങ്കാരത്തെ മാറ്റി ആ ലജ്ജയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് ജ്ഞാനമുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. He's going to take out this pride mind in ourselves, and he's going to give us into a humble heart. അത് തിരഞ്ഞെടുക്കാൻ നാം തയ്യാറായാൽ, If you are ready to choose that when you fast ദൈവത്തിന് and pray, ജ്ഞാനം തിരഞ്ഞെടുക്കാൻ നാം തയ്യാറായാൽ, if you're ready to choose the wisdom which God gives you, ലജ്ജയ്ക്ക് പകരം മാനവും ഉയർച്ചയും നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുക. you should also know that God has a plan so that he can give you this wisdom and he want to bless you. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. Jeremiah 49 verse 16. പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ ഒന്നും കൂടെ വായിക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കണേ. അന്യായ ബന്ധനങ്ങൾ ഉള്ളവരുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അവർ അഹങ്കാരികളായിരിക്കും. ഞാനെന്ന ഭാവത്താൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. The second thing about the people who are caught by this chain is they have a very pride heart. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ In ഈ Jeremiah 49:16, അഹങ്കാര ഭാവത്തിനുള്ള മറുപടി എന്താണെന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. God is telling us an answer for someone who has pride in their heart. വായിച്ചോ. പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, ആരെയും കാണാതെ പാറയുടെ പിളർപ്പുകൾക്കകത്ത് നീ വാസമുറപ്പിച്ച് കുന്നുകളെ
നിന്നെ സഹായിയാക്കി നിർത്തി പിടിച്ചുകൊണ്ടിരുന്നാലും നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ ഭയങ്കരനാണെന്ന് നിനക്കെല്ലാം ഉണ്ടെന്ന വിചാരത്താൽ നീ മുന്നോട്ട് പോകുമ്പോൾ വചനം പറയും നിന്റെ ഹൃദയം തന്നെയാ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. Even you dwellers in the clefts of the rock or occupy the mountain submit, but then what the scripture says is the terror that you have, the pride of your heart have deceived you. Hallelujah. നമ്മുടെ ഹൃദയം തന്നെയാണ് നമ്മെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. Our own heart is what is deceiving us. വേറെ ആരുമല്ല നമ്മെ ചതിക്കുന്നത്. There is no one else. വേറെ ഒരു സാഹചര്യമല്ല നമ്മെ ചതിക്കുന്നത്. It is not any situation that നമ്മെ makes you. ചതിക്കുന്നത് നമ്മുടെ ഹൃദയം തന്നെയാണെന്ന് സഭ ഇന്ന് പകൽ തിരിച്ചറിയുക. Our own heart is what is deceiving you. The church must understand that. പരിശുദ്ധാത്മാവിന് നമ്മെ പിടിച്ചു നിർത്തി ഒരുപാട് അനുഗ്രഹത്തിലേക്ക് നയിക്കാനുണ്ട്. Holy Spirit wants to send you to lots of greater blessings. അവന് പുതിയ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കാനുണ്ട്. He wants to open new doors for you. ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ ആരെന്നോട് ചോദിക്കും? Now if I live like this, who is going to question me? നിന്റെ ഭാര്യ ബലഹീനയായിരിക്കാം, നിന്റെ മക്കൾ ബലഹീനരായിരിക്കാം. Maybe your wife and your children are not so strong. നിന്റെ പിതാവും മാതാവും ബലഹീനരായിരിക്കാം. Maybe your parents are not so പക്ഷെ strong. നിന്റെ മുമ്പാകെ ബലഹീനനല്ലാത്ത ഒരുവനുണ്ട്. And there is someone who is more powerful than everybody in your life. അവന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നിന്നെ മുട്ടിടിക്കാതിരിക്കണമെങ്കിൽ, And if you stand in front of such a mighty God, നിന്റെ ഹൃദയം തന്നെ നിന്നെ ചതിക്കാതിരിക്കണമെങ്കിൽ, if you want your heart not to be deceived, ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, but God says, ഞാൻ എന്ന ഭാവത്തെ മാറ്റി നിർത്തിയിട്ട് you will have to put aside me as മോശ yourself. ദൈവസന്നിധിയിൽ വീണതുപോലെ Just like how Moses has humbled himself. ദൈവസന്നിധി കമിഴ്ന്ന് വീണ് നിലവിളിക്കാൻ തയ്യാറായാൽ If you are just falling down in God's presence സ്വർഗം and crying out, ചായ്ച്ചിറങ്ങി വരും. the heaven is going to come down for you. വചനം പറയുന്ന ആകാശം കീറി മുറിച്ച് ഞാൻ ഇറങ്ങി വരും. And I will just tear down the sky and come down for you. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ ആകാശം കീറിമുറിച്ച് ദൈവം ഇറങ്ങി വരാതിരിപ്പുണ്ടെങ്കിൽ ഹൃദയം തന്നെയാ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. Now, if there is something where God has not interfered yet, that maybe your heart is deceiving you. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നല്ല ആമേൻ പറഞ്ഞോ. If you believe, tell an amen. അങ്ങനെ ഹൃദയം തന്നെ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുമ്പോൾ And when your heart is deceiving you, നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും കഴുകന്റെ കൂട് താഴെയല്ല. ഒരുത്തനെ പോയി എടുക്കാൻ പാകത്തിനുള്ള ഇടത്തല്ല കഴുകൻ കൂട് വെക്കുന്നത്. കഴുകൻ കൂട് വെക്കുന്ന അത്യുന്നതങ്ങളിലാ. the eagle always sets his nest on the higher places. അവിടെ നീ കൂട് വെച്ചാലും അവിടെ നീ വീട് പണിതാലും നിന്റെ ചിന്തകൾ കൊണ്ട് ആ വിധത്തിൽ എന്നെ ആരും എത്തിപ്പിടിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന വിധത്തിലേക്ക് നിന്റെ ചിന്തകൾ കൊണ്ട് നീ ആ വിധത്തിൽ കൂട് പണിതാലും, Even if you happen to have your nest built upon such higher places, thinking no one is going to catch me, വചനം പറയുന്നു, അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കുമാറാക്കുമെന്ന്. സഹോദരി സഹോദരന്മാരെ, ദൈവസഭയെ ഈ പ്രസംഗിക്കപ്പെടുന്ന വചനം ദൈവത്തിന്റെ വചനമാണ്. the word that you're hearing is from God, and it says, even from there I will bring you down. പ്രവാചകൻ യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അവസാനത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ വായല്ലോ പ്രസ്താവിക്കുന്നത്. In Isaiah we have God's word is what God's mouth is what has spoken. ആ വിധത്തിൽ നീ കൂട് വെച്ചാലും, And even if you keep a nestle in such a place, കൈകളോ കാലുകൾ കൊണ്ടോ വെക്കുന്ന കൂടിനെ കുറിച്ചല്ല ഈ പറയുന്നത്. it is not talking about a nest which is built by other hands. ചിന്തകൾ കൊണ്ട് ആരും തൊടാത്ത വിധത്തിലുള്ള കൂടുകൾ വെച്ചാലും, Even if you build a nest by your thoughts, അടുത്ത വചനം പറയുന്നു, എന്താ പറയുന്നത്? but the next portion says, അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. so from there I will bring you down, says the scripture. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെടുന്ന വ്യക്തികളുടെ ചിന്തകളെ കുറിച്ച് ഈ പറയുന്നത്. Someone who is caught up with this wickedness, they'll be having this problem. എന്നോട് ആരും ചോദിക്കത്തില്ല, They'll think no one is going to question എന്റെ me, നേരെ വരാൻ ആരുണ്ട്, and they're going to ask who is going to come in ഞാൻ front of ചെയ്യുന്ന me, ആരും കാണുന്നില്ല. and no one is going to see what I'm doing. ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തുകയാ, But Holy Spirit reminds you, ഞാൻ എന്ന ഭാവം ചിന്തകളാൽ കൂടുവെച്ച് അത്യുന്നതങ്ങളിൽ കൂടുവെച്ച് ഞാൻ എന്ന ഭാവത്താൽ നീ സഞ്ചരിക്കുമ്പോൾ ദൈവം പറയുന്നു, അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കും. if you think that I am such a big shot and if you believe yourself in such a manner, God is going to bring you down. ഹലോ Hallelujah. ഹലോ ഹല്ലേലൂയ. നിങ്ങളെ ഇഷ്ടപ്പെടുത്തി പ്രസംഗിക്കാനല്ല ഈ മൈക്രോഫോൺ എടുത്തിരിക്കുന്നത്, ദൈവത്തിന് പ്രസാദവശം പ്രസംഗിക്കാനാ. I'm telling you what God wants you to say. അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കും. I will bring you down from there, അവിടെ ആ കൂട് ഞാൻ ഇളക്കും. and the nest shall be shaken. ഹല്ലേലൂയ. എന്നാൽ ആ കൂടിനെ നിനക്ക് പൊളിക്കാൻ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. And now I'm going to tell you a way where you can destroy that nest. വർഷങ്ങളായിട്ട് For
For so many years, ഒരുപാട് നാളുകളായിട്ട് maybe for so many days, നീ കൂട് വെച്ചില്ലേ? you have been building a nest ആ there, കൂടിനെ അവിടെ കയറി വന്ന് പൊളിക്കാൻ and someone want to climb over there and ഞാനൊരു break it മാർഗം down. പറഞ്ഞു തരാം. I'm going to tell you the method, ആ മാർഗമാണ് ഉപവാസവും പ്രാർത്ഥനയും. and that method is about fasting and praying. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്നു ആമേൻ പറ. If you believe, tell an amen. ആ കൂടിനെ എനിക്ക് പൊളിക്കണം. I wanted to pull down that എത്ര പേർ ഇന്ന് nest. പകൽ ആഗ്രഹിക്കുന്നുണ്ട്? How many of you are desiring that? എനിക്ക് ആ കൂടൊന്ന് പൊളിക്കണം. I wanted to bring that down. ദൈവമേ, അങ്ങല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല. Now God, who else is going to help me other അങ്ങയുടെ than you? വചനം ഇന്ന് പകൽ നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാ. His word is actually helping you now. ആ കൂടിനെ നീ പൊളിക്കുകയാ. You are going to pull down that nest. ദൈവത്തെ മറന്ന് നീ ജീവിക്കരുത്. Don't forget God and live. ദൈവത്തെ മറന്ന് നീ ജീവിക്കരുത്. Do not live without remembering God. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തെ മറന്ന് നീ ജീവിക്കരുത്. Tell your neighbor, do not live ഓ in a way റബല that you forget ഹതന God. സിയാന്തനിയ. ഹല്ലേലൂയ. ദൈവത്തെ മറന്ന് നീ ഒരു നാളും ജീവിക്കരുത്. Do not live a life where you forget കാര്യമെന്താ? God, അവൻ നിന്നെ കൂടിളക്കും. because He will definitely shake അവൻ your നിന്നെ nest. കൂടിളക്കും. He will shake your nest. അവൻ കൂടിളക്കിയാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല കേട്ടോ. If He is going to shake up the nest, you can't stand strong. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽ എന്റെ കൂടെയുണ്ട്? How many of you are with me? ഈ വചനത്തോട് ചേർന്ന് എത്ര പേർ പ്രതികരിക്കും ഇന്ന് പകല്? How many of you are ready to respond to the scripture? അങ്ങനെ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ As you are going to respond to this word, അന്യായ ബന്ധനങ്ങൾ ഒന്നൊന്നായി അഴിയാൻ തുടങ്ങും. and all the chains of wickedness are going to be setting apart. അതിന്റെ അടുത്ത മൂന്നാമത്തെ കാര്യമാണ് And the third thing, കൃത്രിമമായി ജീവിക്കുക. someone who doesn't live properly. ആത്മീയനാണോ? ആത്മീയരാ. Some, if you live, if you are spiritual, maybe you live in പാട്ട് a spiritual പാടുന്ന way. കൂട്ടത്തില്, പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്, എല്ലാ കൂട്ടത്തിലുമുണ്ട്. They are trying to be good in everything. പക്ഷെ ജാതികളുടെ ദേവന്മാരുമായിട്ടുള്ള ബന്ധത്തിന്റെ അകത്തുമുണ്ട്. And they're also a part of having fellowship with other gods. സ്തോത്രം. എന്താ അങ്ങനെ കൊണ്ടുപോകുന്നത്? Why is that it like that way? ജാതികളുടെ ഇടയിലേക്ക് നീ എന്താ യാത്ര ചെയ്യുന്നത്? Why are you going with other people's gods? ജാതികളുമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപാടുകൾ നടത്തുന്നത് എന്താ? Why are you staying connected with other things and other വചനം religions? പറയുന്നു, അന്യായ ബന്ധനങ്ങളാ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. And why is it? Because you're caught up with the chains. എന്നാൽ നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് But from tomorrow onwards, as we start the prayer, ഒരുപാട് ഉപവസിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച ഒരു സഭയായത്. and this church has been prayed and fasted for so എന്നാൽ long. ഈ ഉപവാസത്തിനകത്ത് But this fasting, ഞാനും എന്റെ കുടുംബം ഉണ്ടാകുമെന്നൊരു വാക്ക് കർത്താവിനോട് നീ പറഞ്ഞാൽ, if you say that me and my family are going to be a part of it, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യായമായ ബന്ധനങ്ങൾ ഉരുണ്ടു പോകുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട്, ഫിസിക്കൽ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിലുള്ള ചില ദൈവിക ഇടപെടലുകൾ ഈ സഭയ്ക്കകത്ത് സംഭവിക്കാൻ പോകുന്നതായി പരിശുദ്ധയാത്മാവ് അരുളപ്പാട് അറിയിക്കുകയാണ്. Holy Spirit says that if you're going to be ready yourself and confess it and come to God, you're going to witness how that is breaking apart in your own eyes. ഹല്ലേലൂയ. ജാതീയ ദൈവങ്ങളുമായിട്ടുള്ള സ്തോത്രം, ആ ഉടമ്പടിയെ മുറിക്കുവാൻ, The bondage that has been tied up with other gods, it has to be broken. നാം തയ്യാറാകുമ്പോൾ, As you're getting ready for it, നാം തയ്യാറാകുമ്പോൾ, as we are getting ready for it, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് പുതിയൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യും. He is going to do something new for you. കർത്താവ് നിനക്ക് വേണ്ടി പുതിയൊരു കാര്യം ചെയ്യും. He is going to do something new for you. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you are believing it? ഒന്നാമതായിട്ട് അന്യായമായ ബന്ധനങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. The first thing, He is going to break the chains of wickedness. രണ്ടാമതായിട്ട് The second thing, നുകത്തിന്റെ അമ്മി കയറുകളെ ഈ ഉപവാസത്തിനകത്ത് വെച്ച് ദൈവം എന്നേക്കുമായി അഴിച്ചു കളയും. and He is going to untie the yoke on your neck. ഹല്ലേലൂയ. Hallelujah. ആർത്ത് വിളിച്ച് ഹല്ലേലൂയ. Hallelujah. നുകത്തിന്റെ അമ്മി കയറുകൾ You want to untie all those yoke on your neck. അത് അഴിയുമോ? And will this be set free? 1 യോഹന്നാൻ 3:8 കഥ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. In 1 John, we can say that God's Spirit, God has come down so that He could destroy the works of the evil. എത്ര ശ്രമിച്ചിട്ടും നീ വിചാരിക്കുന്നത് പോലെ, Now, no matter how many times you try it, നീ വിചാരിക്കുന്നത് പോലെ something which you desire, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? you are not able to move forward. എത്ര ശ്രമിച്ചിട്ടും, Even though you have put lots of എത്ര efforts in it, ആഗ്രഹിച്ചിട്ടും, you have desiring it so എത്ര much, തീരുമാനമെടുത്തിട്ടും, you have made lots of എത്ര commitments, പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിട്ടും, you have made lots of plans, നീ പ്രതീക്ഷിക്കുന്നത് പോലെ, the way that you expect, നീ പ്രതീക്ഷിക്കുന്നത് പോലെ something that you desire, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. Holy Spirit is telling you something.
നീ പ്രതീക്ഷിച്ചതുപോലെ, what you expect, നീ ആഗ്രഹിച്ചതുപോലെ what you desire, നിന്റെ കണക്ക് കൂട്ടലുകളെ മുഴുവനെയും തെറ്റിച്ച് apart from all the calculations that you had kept, ഉയർന്നു നിൽക്കുന്ന there is something which is standing ചില stronger. ശാപത്തിന് ശക്തികളെ The power of this curse, വീട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ തിന്ന് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ when there is destruction always around you, തിരിച്ചു പിടിക്കാൻ that to grab it back, പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. Holy Spirit is giving you an advice. നുകത്തിന്റെ ആമി കയറുകളെ All those yoke of slavery അഴിക്കാൻ is going to be untied. ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു പിള്ളേർക്ക് നുകത്തെ കുറിച്ച് ഒരു പിടിയില്ലാത്തവരാ. The people who are sitting here, these young people, children here, they don't know what is yoke. രണ്ട് കാളകളെ ചേർത്ത് നിർത്തി If you take two bullocks, അവയെ തമ്മിൽ ചേർത്ത് ബന്ധിപ്പിക്കുന്ന ഒന്നിന്റെ പേരായി ഈ നുകം എന്ന് പറയുന്നല്ലേ. and if you're going to tie them together, we call them as yoke. ഈ നുകം This yoke, മാറണമെങ്കിൽ, and if you want that to be changed, ഹല്ലേലൂയ. സെബുലൂനും മോനെ ഇങ്ങോട്ട് വന്നേ, വാ എന്റെ സെബുലൂൻ ഒന്ന് ഓടി വാടാ, വാ ഇങ്ങോട്ട്. രണ്ട് കാളകളെ, let's imagine there's two carts. ഇവനിന്ന് വന്നിട്ട് എനിക്ക് മുഖം വെക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇവർ രണ്ടുപേരും എന്താന്ന് വിചാരിക്കുക തൽക്കാലം? അപ്പനും അമ്മയും വഴക്കുണ്ടാക്കാൻ വരല്ലേ, വിചാരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെല്ലാം വിചാരിച്ച് എല്ലാം കൂടെ നടന്നിരുന്നെങ്കിൽ നമ്മൾ ആരായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഇവർ രണ്ടുപേരും ചേർത്ത് വെക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? There is only one thing which can tie both of them together. പല വഴിയുണ്ട്, നിങ്ങൾ പറഞ്ഞേക്കാം. Maybe you will say there are lots of ways. നിലമുഴുതുവാൻ രണ്ടെണ്ണത്തിനെയും കൂടെ ചേർത്ത് വെക്കുന്ന, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്ത് വെക്കുന്ന ഒന്നിന്റെ പേരാണ് നുകം എന്ന് പറയുന്നത്. And tying both of this together to help them plow the field. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് വയലുണ്ടായിരുന്നപ്പോൾ ഈ കാള ഉഴുതാൻ പോകുന്നതിന് പുറകെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്, ഉഴുതുന്നവന്റെ കൂടെ, വെറുതെ തമാശക്ക്. And I've also walked around when I had field in my younger days, and I used to see how they used to plow the field. ഓൾറെഡി വെച്ചു എന്ന് വിചാരിക്കുക. And let's imagine that both of them are ഈ tied. വെച്ച നുകം എടുത്തു മാറ്റപ്പെടുവാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, If there's something that they have to set apart, then there is two വെച്ചവൻ ways. എടുത്തു മാറ്റണം. The one thing is the one who tied them together have to set them free. അല്ല, എൻ്റെ കൂടെ ഉണ്ടല്ലോ, വെച്ചവൻ എടുത്തു മാറ്റണം, അല്ലെങ്കിൽ If someone, the one who tied them should set them free, ഇവന്മാരുടെ കഴുത്ത് വലുതാകണം. or then both of them have to turn out both the sides. ഈ രണ്ട് വഴിയിലൂടെയേ, അല്ല ഞാൻ അങ്ങോട്ട് എടുത്തു മാറ്റാം, അതിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. And so ഈ I'm not talking about something else. ഒടിഞ്ഞു നിൽക്കാതെ നേരെ നിൽക്കണ. സ്തോത്രം. ഈ വെച്ച നുകം ഒടിയാൻ രണ്ട് വഴിയുള്ള, അല്ലെങ്കിൽ മാറ്റുവാൻ രണ്ട് വഴിയുള്ള. ഒന്ന്, വെച്ചവൻ എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഇവരുടെ കഴുത്ത് വലുതാകണം. One, either their neck has to be swollen or they have to be set apart by the one who tied them വചനം together. പറയുന്നു, വെച്ചവൻ എടുത്തു മാറ്റാൻ വെച്ചതല്ല. The one who tied the yoke did not mean so that they could just tie them. They want him to be set free. ഹല്ലേലൂയ. വചനം പറയുന്നു, വെച്ചവൻ എടുത്തു മാറ്റത്തില്ല. The one who tied you together, the Satan is never going to set you വചനം free. പറയുന്ന നുകം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാരം നിന്റെ മേൽ കുറെ കാലങ്ങളായി തുടരുകയെ, പ്രാർത്ഥിച്ചിട്ട് നീങ്ങുന്നില്ല. Now there is, if any burden, like a yoke which is there on you, which doesn't get set free even after praying. ഒരുപാട് പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, പക്ഷെ നീങ്ങുന്നില്ല. You met lots of people to pray about and still no change. കുറച്ചു കാലത്തേക്കൊക്കെ നീങ്ങി നിൽക്കും, And maybe for a little while you feel a bit relieved. വീണ്ടും പഴയതുപോലെയാ. But then again you come back to the same problem. അങ്ങനെയുള്ള നുകങ്ങളുമായിട്ട് ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേരെ ഇന്നല്ല കഴിഞ്ഞ രാത്രി ദൈവം എന്നെ കാണിച്ചു. There are lots of people like this who are having the same problem. God showed me last night. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. And God told me one thing. വെച്ചവൻ, ഈ നുകം വെച്ചവന്റെ പുറകിൽ ആഭിചാരമായിരിക്കാം, മന്ത്രവാദമായിരിക്കാം, It might be witchcraft, it might be sorcery, but the one who kept it, അന്യ ദൈവങ്ങളുമായിട്ടുള്ള ബന്ധത്താൽ വന്നതായിരിക്കാം. maybe it is also by any relation with any other evil gods that you had നിന്നെ earlier. തകർക്കുമെന്ന് വെല്ലുവിളിച്ച് കാലാകാലങ്ങളായി നിന്റെ പുറകെ നടക്കുന്ന അശുദ്ധാത്മാക്കൾ കൊണ്ടുവന്നു വെച്ച നുകമായിരിക്കാം. Maybe it is also kept by some evil spirit which was telling you that I'm going to destroy you. യേശു പറഞ്ഞു, ഞാൻ വന്നതേ ഈ നുകത്തെ തകർക്കാനാ. But Jesus said he has come so that he can set you free from the yoke. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ഒരു അനുഗ്രഹം വന്നാൽ പോലും അത് അനുഭവിക്കാൻ കഴിയത്തില്ല. And
And even if you have a blessing, you are not able to enjoy that blessing. ഒന്നെങ്കിൽ ചിതറിപ്പോകും, അല്ലെങ്കിൽ അതിന്റെ സന്തോഷത്തെ കെടുത്തിയിരിക്കും. Now, even if you have it, either it's scattered or you're not happy with it. ചിട്ടി വിളിച്ചോണ്ട് വീട്ടിൽ വരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒരുത്തന് രോഗം ഉണ്ടാകും. Maybe when you just got some money, by the time you enter home, there may be someone sick. അങ്ങോട്ടെങ്കിലും ഡോക്ടർ ഒരു വലിയ ലിസ്റ്റ് മെഡിക്കൽ ലാബിൽ പോയി ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞേ ഉള്ളൂ, ചിട്ടിയുടെ 4 തീർന്നു. And maybe you have to spend all that you heard for your just medical expense. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി. Or maybe there is a bike that or a car which is punctured. ഈ വർഷം ടയർ മാറ്റണ്ട എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നമെല്ലാം വന്നു കയറുന്നത്. And you decided that you don't have to change ഇതിന്റെ എല്ലാം പേരാ കുഞ്ഞെ നുകം എന്ന് പറയുന്നത്. And you have to spend it, but this is what we call as yoke. എന്നാൽ യേശു പറഞ്ഞ നുകത്തെ ഞാൻ തകർക്കാൻ വന്നവനാ. And that is why Jesus said, I have come to crush down the yoke. ഹല്ലേലൂയ. ആ നുകത്തെ തകർക്കാൻ വന്നതാ. And Jesus had come so that he can കുറേ break the yoke. നാളായില്ലേ ഈ നുകം ചുമന്നുകൊണ്ട് നടക്കുന്നത്. And it's been a while that you have been carrying നീ this yoke. ഒത്തിരി ദൂരെ നിന്ന് വന്നായിരിക്കും. And maybe it came from നീ somebody പെട്രോൾ else. അടിച്ച് 100 പെട്രോൾ അടിച്ച് വന്നതെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് പറയുന്നു ആയുഷ്കാലം അനുഗ്രഹം നിന്റെ മേൽ ദൈവത്തിന് ഇന്ന് പകൽ പകരാനുണ്ട്. God wants to give you a blessing that is there for your entire life. ഹല്ലേലൂയ. എവിടെ പോയിട്ട് ഈ നുകം മാറുന്നില്ല. No matter wherever you go, this yoke is not എന്നാൽ to യേശു break. പറയുന്നു ഞാൻ ഈ നുകത്തെ തകർക്കും. But Jesus says, I'm going to break the yoke. ഈ നുകത്തെ ഞാൻ തകർക്കും. I'm going to break it off. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 10:27 പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. And in Isaiah chapter 10, it says that because of this fat blessing that's going to be broken. ആ നുകം ഏതെന്നറിയാമോ? ജാതീയ ശക്തികൾ കൊണ്ടുവന്നു വെക്കുന്ന നുകം. And do you know what it is? It is about the other people, other thing which comes and snatches you ഹല്ലേലൂയ. off. ജാതീയ ശക്തികൾ കൊണ്ടുവന്ന് വെക്കുന്ന നുകമുണ്ടല്ലോ, ആ നുകത്തെ തകർക്കുവാൻ ഹല്ലേലൂയ ഞാൻ നേരിട്ട് വന്ന നുകമെടുത്ത് കളയല്ല, പിന്നെയോ ഹേമേൻ എൻ്റെ മേൽ പകമേലുള്ള പുഷ്ടിയെ ഞാൻ നിന്റെ മേൽ പകരും. I am going to spend what I have, my prosperity among you, so that it can break down all this yoke upon you. ഹല്ലേലൂയ. 2 വിധത്തിലുള്ള പുഷ്ടിയാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത്. God gives us about 2 ways of prosperity in us. ഒന്നാമത്തെ പുഷ്ടി, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. There is an abundance of anointing in your life. അവ വർദ്ധിക്കും തോറും, As the anointing multiplies, അവ വർദ്ധിക്കും തോറും as it keeps increasing, നുകം തകരാൻ തുടങ്ങും. the yoke is going to be shedding ഒരു down. ജാതീയ ശക്തിക്കും നിന്നെ അമർത്താൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വർധനവ് നിന്റെ മേൽ പകരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പാടുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. Holy Spirit has come with such a revelation where that He is going to set it free, and there's no other evil power which can try to come and power you up. രണ്ടാമത്തെ പുഷ്ടി എന്ന് പറയുന്നത് And the second കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അവങ്കലുള്ള വിശ്വാസം. His faith that you have in His heart. ഹല്ലേലൂയ. അവങ്കലുള്ള വിശ്വാസം. The faith that you have about God. അവങ്കലുള്ള വിശ്വാസത്തെ കുറിച്ച് വചനം പറയുന്നു, The scripture says, ലോകത്തെ ജയിച്ച ജയമോ, the victory which is win over the world. ലോകത്തെ ജയിച്ച ജയമോ. The faith is the one which ഉറക്കെ has പറ taken over the സഹോദരിമാരെ, victory. ലോകത്തെ ജയിച്ച ജയമോ There's only one which has won the world. എന്റെ വിശ്വാസം And തന്നെ. my faith is the only thing which can win over the world. ലോകത്തിലുള്ള ഏത് നുകത്തെയും തകർക്കാൻ From the yoke, whatever it is there in the world, എന്റെ അകത്തെ വിശ്വാസത്തിന് സാധിക്കും. with my faith it is possible. ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞോ? Shout an amen. ആരുടെ സഹായം കൂടാതെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസമുണ്ടല്ലോ, അത് ലോകത്തിലെ ഏത് നുകമാകട്ടെ, രോഗമാകട്ടെ, ആമേൻ, വെല്ലുവിളികളാകട്ടെ, ആമേൻ, പൈശാചിക ജാതീയ ശക്തികളാകട്ടെ, സ്തോത്രം, എന്നെ ഇല്ലായ്മ ചെയ്തു കളയുന്ന, എൻ്റെ ഉയർച്ചകളെ നഷ്ടപ്പെടുത്തുന്ന ഈ ലോകം വെച്ചിരിക്കുന്ന ഏത് നുകത്തെയും ജയിക്കുവാനുള്ള ആമേൻ വിശ്വാസത്തെ ദൈവം എൻ്റെ അകത്ത് പകർന്നിട്ടുണ്ട്. God has given me a faith which can overcome whatever problems and destruction that the world is trying to put me and pull me down by this yoke. ആമേൻ. Amen. ഹലോ, ഹല്ലേലൂയ. Hallelujah. യേശു ഒരിക്കൽ ഈ അഭിഷേകത്തെ നിറയപ്പെട്ട യേശു Jesus, who was filled with this anointing, പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, as he was preaching in the church, ലൂക്കോസിന്റെ സുവിശേഷം 13:10 പറയുന്നു, in Luke we can see that 18 വർഷമായിട്ട് there was a lady who was there for 18 നിവരാൻ years. കഴിയാതിരിക്കുന്ന ഒരു സ്ത്രീ, There was a lady who just who cannot lift up for 18 18 years. വർഷമായി പുരോഹിതന്റെ മുഖം അവൾ കണ്ടിട്ട് For 18 years she has not seen the face of അവൾ the priest. ശബ്ദം കേൾക്കുന്നുണ്ട്. She is only able to hear the voice. അവളുടെ അസ്ഥി അവൻ വളഞ്ഞിരിക്കുകയാ. Her spine is bent. അസ്ഥി Her വളഞ്ഞിരിക്കുകയാ. bone is bent.
പക്ഷേ 18 സംവത്സരമായിട്ട് അവൾ നിവർന്നിട്ടില്ല. And for 18 years she has not been lifted up. 18 വർഷമായിട്ട് നിവർത്താത്ത വിധത്തിൽ അവളെ ഹല്ലേലൂയ അവളുടെ അസ്ഥിയുടെ മേൽ ഒരു നുകം ഇരിക്കുകയാ. That is a yoke which is there on her bones which has not set her to be lifted up. ഓ, നിന്നെ ഞാൻ പൊക്കത്തില്ല. And he's saying, I will not be lifting നിന്റെ up. അതിരുകൾക്ക് ഞാൻ വിശാലത തരത്തില്ല. I would not give any extension for your boundaries. നിനക്ക് സംതൃപ്തിയോ സന്തോഷമോ തരത്തില്ല. I will never give you abundance and happiness. നന്മകളുടെ ഒരു പ്രവാഹം ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചു വെച്ചിട്ടും നിന്റെ കുടുംബത്തിനകത്ത് അത് തരത്തില്ല. Even though there's lots of goodness God has kept, but still I will not let it come into your family. ഹല്ലേലൂയ. Hallelujah. നിനക്ക് ഈ അനുഭവങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല. You may not have any of these experiences. എന്നാൽ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, But God says this afternoon, 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാത്ത അസ്ഥിയെ നിവർത്താൻ അവളുടെ മേലുണ്ടായിരുന്ന നുകത്തെ ഞാൻ ഒടിച്ചു കളഞ്ഞെങ്കിൽ, if that's for 18 years, if I could break the yoke which was there on that lady. സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. He said, lady, your yoke is broken. നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. Your bondage is broken. ബന്ധനത്തെ യേശു ഹല്ലേലൂയ സുഖമില്ലായ്മയെന്നല്ല വിളിച്ചത്. സ്തോത്രം. യേശു അതിനെ ബന്ധനം എന്നാ വിളിച്ചത്. He did not call sickness as bondage, but he addressed it as bondage as bondage. ബന്ധനം എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്ന സാത്താനിക ലോകവുമായിട്ടാണ്. And how is this bondage connected? It is always connected to the satanic world. തകർച്ചകൾ, തിന്മകൾ, നാശങ്ങൾ മുഴുവനും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സാത്താനിക സാമ്രാജ്യവുമായിട്ടാണ്. You have destruction and all the negative things happening in your life connected to the satanic world. കർത്താവ് നിന്നെ വിളിച്ചത് സാത്താനിക സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും പ്രൊഡക്ഷനുമായിട്ട് ഇവിടെ വന്നിരിക്കാനല്ല, പിന്നെയോ യേശു നിന്നെ വിളിച്ചത് സമൃദ്ധിയായ ജീവനിലേക്കാണ്. God called you so that you are not a product of what is happening in Satan's kingdom, but you will live a life of abundance here. തിന്മകളോട് ഞാൻ വിട പറയുവാൻ കൽപ്പിക്കുകയാണ്. I command so that you give a goodbye to all the bad things. ജനത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Let God's power manifest among the people. യേശു അവളെ വിളിച്ചത് ബന്ധനമെന്നാണ്. But Jesus addressed it as a bondage. അവളെ വ്യക്തി വിളിച്ചതല്ല, അവളുടെ പ്രശ്നത്തെ യേശു വിളിച്ചത് ബന്ധനമെന്നാണ്. He addressed her problem as a bondage. യേശു അവളോട് പറഞ്ഞു, ഹല്ലേലൂയ, അവൾ മാത്രമല്ല ആലയത്തിനകത്തുള്ളത്, പക്ഷേ യേശുവിന്റെ ശ്രദ്ധ മുഴുവനും തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ്. She was not the only one who was in the church, but still Jesus had her attention only on her. ഞാൻ പറയട്ടെ, ആരെ നോക്കിയാലും യേശുവിന്റെ നാമത്തിൽ നീ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. Now let me tell you, whoever we say in Jesus' name, that will happen to them accordingly. Hallelujah. Hallelujah. എന്തും സംഭവിക്കും. Anything may happen. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. And the last time there was a patient who was taken to Kottayam Medical College. അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 3 ദിവസം കഴിയാതെ ഇവിടെ ഒരു ബെഡ് നിങ്ങൾക്ക് വേണ്ടി തരുവാനില്ല. And when they inquired, they said after only 3 days you will get an admission over there. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 3 ദിവസം കഴിയാതെ ഒരു ബെഡ് കിട്ടത്തില്ല പാസ്റ്റർ, എങ്ങനെ പോകും? And they were saying that only after 3 days there will be an admission possible. ഞാൻ അവരോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിനക്ക് കിടക്ക എവിടെ കിട്ടും? I told them, in the name of Jesus you will be getting a bed to be admitted there. Hallelujah. Hallelujah. അവർ അവിടെ ചെന്നു, അവർക്ക് ചെന്ന ഉടനെ കിടക്ക കിട്ടി. And when they went there, they reached there and they immediately got a bed for admission. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് പറയണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, കർത്താവ് തന്നതാന്ന് വിചാരിച്ചാ മതി. And they called me up and said, I don't know what to say. I said, God gave it to you. യേശുവിന്റെ നാമത്തിൽ നീ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. The name of Jesus, whatever you say, it will happen. എന്ത് പറഞ്ഞാലും സംഭവിക്കും. Whatever you say, it's going to happen. നമ്മുടെ മഹിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്, സകലതും യേശുവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിരിക്കട്ടെ. It is not meant for our own credit or glory, but it is all meant for Jesus' glory. സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. Lady, your bondage is broken. Hallelujah. 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 18 വർഷമായിട്ട് നിവരാൻ കഴിയാത്ത വിഷയത്തിന് മേൽ യേശു പറയുകയാണ് നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. For 18 years something which was been tormenting her now is set free. മുമ്പിൽ നിന്റെ നുകം ഉടയുകയാണ്. By his word, in front of his words, the yoke is എന്റെ broken. വാക്കിന് മുമ്പിൽ നിന്റെ നുകം ഉടയുകയാണ്. In his words, in front of his words, the yoke is ഇതിനകത്തിരിക്കുന്ന പലരുടെയും നുകം ഒടിയുകയാണ്. This afternoon the yoke which is on you, many of you are ആർത്ത് getting വിളിച്ചോ broken. യേശുവേ. Shout Jesus. ആർത്ത് വിളിച്ചോ യേശുവേ. Shout Jesus. മറ്റൊരു കാര്യം കൂടി ഞാൻ കണക്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. Let me tell you one more thing.
ഇത് 18 വർഷത്തെ ചരിത്രമാണെങ്കിൽ അടുത്തത് യേശു പിടിക്കുന്നത് 38 വർഷത്തെ ചരിത്രമാണ്. Now this is about 18 years person, and then there's another history he catches about a 38 യോഹന്നാന്റെ years സുവിശേഷം old. 5-ാം അധ്യായം ആമേൻ 1 മുതലുള്ള വചനത്തിനകത്ത് 18 വർഷത്തെ കഥയല്ല കിടക്കുന്ന 38 ആണ്ടുകളായിട്ട്. In when we go to John, we can see that there's a person who is troubling with 38 years. ആ പേഷ്യന്റിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. He has a history, ആ ചരിത്രം ഇങ്ങനെയാണ്. and the story says, ആ ചരിത്രം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആമേൻ കുളം കലക്കുന്ന സമയത്ത് ആമേൻ ആരിറങ്ങുന്നോ അവന് സൗഖ്യമാണ്. because at the pool of Bethesda, whoever comes first, they'll be getting healed. എന്നെ പൊന്നപ്പച്ച 38 വർഷം ഇവിടെ കിടന്നിട്ട് അനങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊരു ദയനീയ അവസ്ഥയായത്. And look at him, he has been there for 38 years and he couldn't even ഈ move. 38 വർഷം ആമേൻ വിശ്വസിച്ച് നിരങ്ങിയ പോലും ഉരുണ്ട് അതിനകത്ത് ചാടിയേനെ. Maybe if you just believed and if you started moving little bit, by the time you would have പക്ഷെ reached. പുള്ളി തിയോളജി പറഞ്ഞ് കരക്കിയിരിക്കുകയാ. But he's been talking about philosophy and he's there. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് അതുണ്ട്, എന്നോട് വാഗ്ദത്തമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർ ആമേൻ തിയോളജി പറയുന്നവരായിട്ട് ഞാൻ കണക്കാക്കുന്നത്. Someone who is impractical is one who just നീ says that I have കേട്ട the word. വാഗ്ദത്തത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? Now what did you do about the promise that you have? നീ കേട്ട ദൈവ ശബ്ദത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? What have you done about the voice that നീ you have ഉപവസിച്ചോ? heard? Did you fast? നീ പ്രാർത്ഥിച്ചോ? Did you pray? നീ വിശ്വാസം പറഞ്ഞുകൊണ്ട് ഇരുന്നോ? Did you keep confessing it? ഹല്ലേലൂയ. അവൻ പറഞ്ഞു ഇവൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ മീതെ ആമേൻ വല്ല വാക്കുകളും തൊടുത്തു വിട്ടതല്ലാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നീ എത്ര കാലം തയ്യാറായിട്ടുണ്ട്? How many days or how long have been trying to walk with God? യേശു ഇങ്ങനെ അവനോട് പറഞ്ഞു കിടക്കയെടുത്ത് നടക്കുക. And Jesus told him, take your bed and walk. കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ തിയോളജി പറയുകയാ. And when he told him, pick up your mat and walk. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. തിയോളജി നിന്റെ ഹെഡ് നോളജ് വർദ്ധിപ്പിക്കുമ്പോൾ യേശുവിനുള്ള വിശ്വാസം ഹൃദയത്തിനകത്ത് ചിലത് ചെയ്യുവാൻ നിന്നെ രൂപപ്പെടുത്തി എടുക്കും. When there is only knowledge, it may just get your brain puffed up, but when you have faith in God, it's going to empower you. വേദപുസ്തകത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല എൻ്റെ ആഗ്രഹം. ഇന്ന് പകൽ ഇവിടെ അത് സംഭവിക്കണം. It is not about something that happened in scripture, but my desire is it happens here. ഓ റബാല വൈഡഗരഗദ. അമ്മ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറയും 38 ആണ്ട് ഇവിടെ കിടക്കുകയാ. And when he was asked to pick his mat and walk, he said, I've been here for 38 അതല്ലല്ലോ years. നിന്നോട് ചോദിച്ചത്. 38 ആണ്ടുകളായിട്ട് നിന്റെ മേലുള്ള ആ നുകത്തെ തകർക്കാൻ വേണ്ടിയാണ്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. And he has come so that he's not talking about how long it is, about 38 years you stuck, and I'm going to set you free. ഞാൻ ആവർത്തിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. I'm repeating this again in the name of 38 ആണ്ടുകളെ ഇവിടെ കിടക്കുന്നവനെ നോക്കി Jesus. And for 38 years, there's someone who is laying down here. കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുക. Pick your mat and get up and walk. പുറത്തു വരിക. You'll have to come out. യേശുവിന്റെ നാമത്തിൽ. The name of Jesus. ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട ജനം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അവയെ വിട്ട് ഇപ്പോൾ പുറത്തു വരിക. You'll have to be setting yourself free in the name of Jesus. മുഖങ്ങളെ അവിടെ ഇരിക്കാൻ അനുവാദമില്ല ഇന്ന് പകൽ. The yoke, you don't have any permission to be here. Thank you, Holy Spirit. ചെവിക്ക് കേൾവിക്കുറവ്, ഇടയ്ക്ക് അടഞ്ഞു പോവുക, ഇറിറ്റേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ചെവിക്ക് ഉള്ളവർ കരമുയർത്തിക്കൂ. If there is anyone who is having problem with ears, that suddenly sometimes you feel it is stuck or you ഒരുപാട് can't പേര് hear. ഞാൻ കാണുന്നു. എഴുന്നേറ്റോ. People who are experiencing problem with their ears, please Thank raise you, up. Holy Spirit. നിങ്ങളുടെ ചെവിയിലേക്ക് നിങ്ങൾ തന്നെ വിരലിടുക. You have to place your hands upon the ears by yourself. യേശു പറഞ്ഞു, Jesus said, എഫഥാ, he said, Ephatha, തുറന്നു വരിക, open up, തുറന്നു വരിക. open up. ഈ ജനത്തിന്റെ This people's ചെവി എന്ന അവയവത്തിന്റെ മേലുള്ള എല്ലാ നുഖങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. I command all that is related to the yoke of this ear, എഫഥാ, in the name of Jesus. തുറന്നു വരിക, Ephatha, open up, തുറന്നു വരിക. open up. അലർജികൾ ശാസിക്കുന്നു. All the allergies be cursed. എല്ലാ കേൾവിക്കുറവുകളെയും ഞാൻ ശാസിക്കുന്നു. The laws of hearing become cursed. യേശുവിൻ നാമത്തിൽ The name of Jesus. അത് സംഭവിക്കട്ടെ. Let it happen. അത് സംഭവിക്കട്ടെ. Let it happen. അത് സംഭവിക്കട്ടെ. Let it happen. റാബന ഹന്തുനി മൗഷസിയാനിയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. The name of Jesus, I command. തുറന്നു വരിക, Open up. തുറന്നു വരിക.
Let it be opened. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Let miracles happen. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Let miracles happen. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. In the name of Jesus. ഇരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, യേശുവാണ് ഈ ചെവിയെ സൃഷ്ടിച്ചവൻ. I command you in the name of Jesus. Jesus is the one who created the ears. ദുഷ്ടയാത്മാക്കളെ തൊട്ടുപോകരുത്. And so evil spirits do not touch it. യേശുവിന്റെ ആത്മാവാണ് ഇവരെ സൃഷ്ടിച്ചത്. God's spirit is what created them. ആകയാൽ ഇന്ന് പകൽ ഞാൻ കൽപ്പിക്കുന്നു, And so I command this afternoon. പൂർണ്ണാരോഗ്യമുള്ള ചെവി ഇവർക്കുണ്ടായി വരട്ടെ. Let there be a completely healed ear among them. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. In the name of Jesus, let it happen. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. ഇരുന്നോ. നുകങ്ങളെ നോക്കി യേശു പറഞ്ഞു. He spoke to the yoke. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. And fasting and praying. നാളെ മുതൽ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. And you know that why are we fasting and praying? നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞുള്ളൂ, അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. I told you 4 things, but 2 things I elaborated. അന്യായമായി ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ. To break the chains of wickedness. എല്ലാ വിധത്തിലുള്ള നുഖങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുവാൻ. So that God's presence would come and set us free from all the yoke. Holy Spirit. Holy Spirit. ഇതിനു വേണ്ടിയാണ് സഭയായി നാം ഉപവസിക്കുന്നത്. And we are fasting and praying for this. ജീവിതങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങൾ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. As you individuals and families, as you submit yourself to God. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവേ, എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. By this fasting and prayer, I am going to give myself into your hands. ദൈവസന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന അപ്പച്ചാ. I'm just giving myself into your hands, Father. അന്യായമായി ബന്ധനങ്ങളുമായി എനിക്ക് മുന്നോട്ട് പോകണ്ട ഇനി. I just don't want to move forward with these chains of wickedness. എൻ്റെ മേൽ വെച്ചിരിക്കുന്ന നുഖങ്ങളുമായി എനിക്ക് മുന്നോട്ട് പോകണ്ട. I don't want to move forward with these yoke upon me. Yes. ദൈവസന്നിധി നീ ഒരു വാക്ക് പറഞ്ഞു. If you open your mouth and say in God's presence. ദൈവസന്നിധി നീ ഒരു വാക്ക് പറഞ്ഞു. If you tell a word in God's presence. നിങ്ങളുടെ വ്യക്തിപരമായ ഡെലിവറൻസുകൾ സംഭവിക്കണം. There's going to be a deliverance that's happening for you. വ്യക്തിപരമായ ഡെലിവറൻസുകൾ സംഭവിക്കണം. I want the deliverance to happen for you as an individual. ഓറാബാല വൈഡഗരഗജനിയ. ആ വിധത്തിലേക്ക് നമ്മെ കയറ്റി കൊണ്ടുപോകുന്ന In such a manner, the one who is going to lead us into it. ദൈവകരത്തിന്റെ ചലനങ്ങൾ. We want God's hands to work on that way. ദൈവകരത്തിന്റെ ചലനങ്ങൾ. The works of God's hand. വ്യക്തികളായി നാം അനുഭവിക്കുന്ന ദിവസങ്ങളായി മാറണം. It is going to be days where we are going to experience it. ശാബാറാബാല സന്ധനാ റബദനി ജഗന്ധനാദിയാരഗക്ഷസിയാനി. ബിനോയ് ബ്രദർ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു. Holy Spirit says. നോ പറയിൽ. ഇന്നിവിടെ വെച്ച് ദൈവമായിട്ടൊരു ഭയങ്കര ഉടമ്പടിയിൽ നിങ്ങൾ കുടുംബമായി വേണ്ട അവിടെ. You're going to get into a covenant with God this afternoon. കുടുംബമായി ഇവിടെ വെച്ച് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിക്ക് തയ്യാറായ. If you are ready to have a covenant as a family with God. പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നു. Holy Spirit reminds me. എല്ലാ നുകങ്ങളും തകരും. All the yoke shall be broken down. ഒന്നിലധികം നുകങ്ങളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. I can see there's more than one yoke upon you. കഴിഞ്ഞ 14 വർഷങ്ങൾക്കുള്ളിൽ ഉയർന്നു വന്ന നുകങ്ങളാണിത്. These 14 years it has happened up, this yoke has raised up. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു. But this afternoon Holy Spirit says. അടകാറമരകശസിയാനിയ. ചില നീ വേഗത്തിൽ അധികം താമസിയാ, നീ വേഗത്തിൽ രജിസ്ട്രാർ ഓഫീസിൽ കയറുവാൻ ദൈവം വാതിലുകളെ തുറക്കുക. God is going to open doors where you're getting to step into the registrar office in a very quick manner. റൂബാന ഹംസസി മനാദര റാംധര റബശസിയ. അത്ഭുതങ്ങളുമായി ദൈവം നേരിട്ട് നിന്റെ മുമ്പിൽ ഇറങ്ങാൻ പോകുക. He is going to come in front of you with lots of miracles that you're going to encounter. തന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനോട് ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ ആക്ടിവേറ്റ് ആകുവാൻ കൽപ്പിക്കുകയാണ്. The angel who is there to minister for you, I'm commanding him to be activated. തന്റെ എല്ലാ നുകങ്ങളെയും വെട്ടി ഒടിച്ച് കളഞ്ഞ് To chop off all the yokes that is there around you. ഒരു പ്രോസ്പെരിറ്റിയുടെ അഥവാ നീ പ്രോസ്പർ ആകുവാൻ. എന്നെ നോക്കിക്കോ. There's going to be a prosperity or something which is going to help ബ്രദർ, you എന്നെ നോക്ക്. prosper. ഒരു അഭിവൃദ്ധിയുടെ ദൂതൻ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. There is an angel of prosperity who is there next to you.
നിന്റെ കാർ പോർച്ചിൽ ഒരു പുതിയ വാഹനം വന്ന് കയറും. In your car porch, there's going to be a new vehicle upon there. ധരാരക ശസ്മനാദിയാരക ജനീയ ആർബര റമരവൈശസിയാനീയ. ഇരുന്നു ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, Holy Spirit says, വഴുതി നടക്കുന്ന ചിലരെ പിശാച് തകർക്കാതിരിക്കുവാൻ ദൈവം ഇന്ന് പകൽ നേരിട്ടിറങ്ങുകയാണ്. there's going to be Holy Spirit coming in front of you, so for those who are not being misled by Satan. വഴുതി നടക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. There are people who are being misled, എല്ലാവരും പാടും, and there are people who എല്ലാവരും sing, പ്രാർത്ഥിക്കും. and everybody pray. വഴുതി, ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. വഴുതി നടക്കുന്ന ചിലരെ, Someone who is just trying to be like others. ദൈവത്തിന്റെ കരം ഭാരമാകുന്നതിന് മുമ്പ് By the time God's hand comes upon, വഴുതി പോകുന്ന തലങ്ങളോട് ഇന്ന് പകൽ വേണ്ട എന്ന് പറയുവാൻ, you will have to make a decision to say no to it, രഹസ്യ പാപങ്ങളോട് വേണ്ട എന്ന് പറയുവാൻ, and you will have to tell a no to all those hidden sins. ഇന്ന് പകൽ കർത്താവ് ഇടപെടുകയാ. And Holy Spirit interferes. കർത്താവ് ഇടപെടുകയാ. Holy Spirit is interfering. അവനൊരു വാക്ക് പുറപ്പെടുവിച്ചാൽ പിന്നെ വെയിറ്റ് ചെയ്യത്തില്ല. He's encountering it. If he says a word, he's going to not wait for it, അത് സംഭവിക്കുകയാ. and it is going to happen. ജനത്തെ കഥ പിടിച്ചെടുക്കുകയാ. Holy Spirit is grabbing the people. യേശുവിന്റെ നാമത്തിൽ, The name of Jesus. യേശുവിന്റെ നാമത്തിൽ എന്നെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്ന സഭയോട് പറയാൻ പറയുന്നു. Holy Spirit shows me something and tells me to tell to the church. ഒരു വലിയ പ്രകൃതി ദുരന്തത്താൽ, There's going to be a big natural disaster. ഒരു പ്രത്യേക ദേശം ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ, Just like how land or a portion is set alone. എന്നോട് ആത്മാവ് കൂട്ടിച്ചേർക്കുന്നു കേരളത്തിൽ. And he says something in Kerala. അങ്ങനെ ഡിസാസ്റ്റർ വരുത്തി When there is a disaster like that, ഭൂമിയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, and when there is something that's trying to destroy the earth, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാ, Holy Spirit says, എന്റെ ജനം ഇടിവിൽ നിൽക്കുവാൻ എഴുന്നേറ്റാൽ as my people rise up, അതിനകത്ത് ഞാൻ ഒരു അടയാളം ചെയ്യും. if my people are going to intercede, I'm going to give them a sign. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Shabara hazumathuniyalo. Lethul maushasiyanthuniya. Rabalavaidagaraga. Robani siyanthuni. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. പരിശുദ്ധാത്മാ പറയുന്നു, Holy Spirit says, ഒരു ഡാമുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് ഇടപെടുന്നത്. He's showing me regarding connection with the dam. എന്നാൽ ഇന്ന് പകൽ സഭയായി എഴുന്നേറ്റോ പ്രാർത്ഥിക്കാൻ പോകുക. And as a church, we are going to pray together. എല്ലാവരും സഭയായി എഴുന്നേൽക്കുന്ന പറഞ്ഞ് നമ്മുടെ സഭ എഴുന്നേൽക്കുന്ന, As a church, we are going to raise up together and pray. എല്ലാ കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൂ. Let's lift up our hands towards heaven. ദൈവികാഹ്വാനത്തിന് മുൻപിൽ, In front of God's presence. കോവിഡ് വരുന്നതിന് മുമ്പ് ഇതേ Before പുൽപിറ്റിൽ COVID came. നിന്ന് ലോകം മുഴുവൻ സ്തംഭനാവസ്ഥയിലായി പോകുന്ന ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇതേ മൈക്രോഫോണിലൂടെ പ്രവചന ദൂത് വിളിച്ചു പറഞ്ഞു. I prophesied before that there's going to be a situation where the world is going to be stunned. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. I don't have to say that it's all mine. ഞാൻ കേൾക്കുന്നതാ പറയുന്നത്. What I'm hearing is what I'm saying. ദൈവം എന്നെ കേൾപ്പിക്കുന്നതാ ഞാൻ പറയുന്നത്. What God is letting me to listen, I'm telling യേശുവേ, Jesus. ഈ ആലോചനയ്ക്ക് വേണ്ടി സഭ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. We are praying together as a church. എല്ലാവരും പ്രാർത്ഥിച്ചു. Everyone pray. ഒരു ദേശത്തെ മുഴുവനെയും ഒറ്റപ്പെടുത്തി കളയുന്ന, Something we're just trying to just ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന, a way that's going to move in control of എല്ലാ വിധത്തിലുള്ള പൈശാചിക പ്രവചനങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. all this unwanted prophecies which was told again, we are cancelling it. അറബല വൈഡമന റബല വൈഡമന ശബരറമന വൈഡഗരഗർക്കന ഹതര റമസ്യ. Yes Lord. ഷാറാ ഭ ഭ ഭ ഭ ഭ ഭ ഭ.
കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ, കരങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു ഏണി വെച്ചതിന് തുല്യമാണ് നിന്റെ കരങ്ങൾ. If you lift up your hands, you're placing a ladder to heaven. ഭാരത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, You'll have to pray with കേട്ട the ദൈവ burden. ശബ്ദത്തിന്റെ മുൻഭാഗെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. We are praying that with the voice that we heard. അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് കാഹളം ഊതാൻ പോകുക. Before we pray, we are going to blow the ഈ horn. പ്രാർത്ഥന ഉയരുന്നതിന് മുമ്പ് കാഹളം ഒന്ന് ഊതിയേ പറ്റൂ. And before this prayer is ദേശത്ത് ദൈവം ഇറങ്ങിയേ പറ്റൂ. ദേശത്ത് ദൈവം ഇറങ്ങി യുദ്ധം ചെയ്തേ പറ്റൂ. God has to come down for us. ശംബ രഗനഹസിയാന്തര അറബല വൈഡകരഗജനിയ ശംബല പ്രൗഢമറമ സധുരി ജഗൽക്കന വൈഡകസിയാന്തനിയ. ഓ, നുകങ്ങളെ തകർക്കുന്ന ദൈവം, A God who is going to break the yoke. നുകങ്ങളെ തകർക്കുന്ന ദൈവം. A God who is breaking the ഇങ്ങോട്ട് yokes. ശാബാര ബാല വൈഡാമാന ശംബാര ബാല വൈഡാമാന റംബാബാല. ഹല്ലേലൂയ. 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 തിന്മകളെ വിതയ്ക്കുവാൻ വേണ്ടി പദ്ധതികളിടുന്ന പൈശാചിക ശക്തികളോട്, All the evil spirits was trying to sow the bad things here. വാഴ്ചകളോടും അധികാരങ്ങളോടും All the principalities and power സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും and all the evil spirits army over there. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളും കൽപ്പിക്കുന്നു. All this world's darkness and all the authorities here. ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരു ആർമി രംഗപ്രവേശനം ചെയ്യുന്നു. I command that there's an army from heaven is marching down. ഉടവറമന വൈഡകറവല വൈഡമനാദ ഗദിഗദര ജുഡഗന റമന വൈഡകറഗൽഖന ഹാതുര റമന. പർവ്വതങ്ങളെ മെതിക്കുന്നവനെ, The one who is in above the mountains. കുന്നുകളെ പൊടിക്കുന്നവനെ, The one who is trying to crash down the ഇന്ന് mountains. പകൽ ഇതാ മഹത്വത്തിന് രാജാവ് പ്രവേശിക്കുകയാ. Here comes the mighty God coming in. രാജാതി രാജാവും The King of Kings. കർത്താതി കർത്താവും The Lord of Lords. ദേവാതി ദേവനുമായവൻ The God of gods. ദേശത്തിന് മേൽ ഇറങ്ങി വരുന്നു. Now he is coming among the nations. അടകല ജലകല ജുടകല ജലകല വൈഡവറം ധന മൗഡവറം ദല ഹൗഡവറം ദ അദഗാദഗദ രഗന പ്രൗഡവ റംദല ഹൗഡവ റംദല വൈഡ ഹസ്തല ധാന പ്രൗഡവ റംദല ഹൗഡവ റംദല വൈഡാമനഗ പ്രീവാ ബാബാ ശംബാ ബാബാ ധീവാ ബാബാ രാബാ ബാബാ ഹൗഡവറം ദല ഹൗഡവറം ദല ഹൗഡവറം ധന ഹൗഡവറം ദ. എല്ലാവരും കരങ്ങളെ അടിച്ച് വായികളെ തുറന്ന് കമോൺ ആത്മാവിൽ. ഓ ഷാബാ ബാബാ രാംബാ ബാബാ ഓ രാ ബാബാ ശംഭാ ബാബാ ധൂര ബാല വൈഡ ബാല റംബാ ബാബാ. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വാരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വാരികയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല, ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല, എന്റെ കാലുകൾ ഇടറുകില്ല. Come on. എന്റെ കാലുകൾ ഇടറുകില്ല, എന്റെ
ശക്തികൾ നിന്നെ തോന്നുകയില്ല. ഇന്നു കണ്ട മിശ്രമേറെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമേറെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. എല്ലാവരും ചേർന്ന് ഇടറുകില്ല. മലകളെ മെതിച്ചു നുറുക്കും അവൻ. കുന്നുകളെ തവിട് പൊടിയാക്കിടും. മലകളെ മെതിച്ചു നുറുക്കും അവൻ. കുന്നുകളെ തവിട് പൊടിയാക്കിടും. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തോന്നുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തോന്നുകയില്ല. ഇന്നു കണ്ട മിശ്രമേറെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമേറെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. 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 കരങ്ങളെ തട്ടി കമോ. ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാനായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാനായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. 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 എന്റെ കാലുകൾ എന്റെ കാലുകൾ ഇടറുകില്ല. എന്റെ കാലുകൾ എന്റെ കാലുകൾ ഇടറുകില്ല. കാലുകൾ ഇടറുകില്ല. കാലുകൾ ഇടറുകില്ല. യേശുവേ എന്റെ കാലുകൾ ഇടറുകില്ല. 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 ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ പ്രഭുവുമായവനെ, നിത്യനായി രാജാവിൻ്റെ കൂടെ ഞങ്ങൾ നിന്ന് ഇന്ന് പകൽ ദേശത്തിൻ്റെ മീതെയുള്ള അരുളപ്പാടുകളെ, അതിൻ്റെ പിന്നിലുള്ള പൈശാചിക പദ്ധതികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ക്യാൻസൽ ചെയ്യുകയാണ്. കർത്താവേ, ദൈവസഭ ദൈവത്തിന്റെ കാര്യാലോചന സമിതിയല്ലോ, ദൈവത്തിന്റെ കൗൺസിലല്ലോ. ഇന്ന് പകൽ ഞങ്ങൾ കൽപ്പിക്കുന്ന പോലെ ദേശത്തെ പ്രത്യേക സ്ഥലങ്ങളത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള പദ്ധതികൾ തകർത്തു കളയുന്നു. ആ മുഖം ചിതറിപ്പോകട്ടെ. ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കട്ടെ.
നാളെ മുതൽ ആരംഭിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ മേല് നിത്യനായ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ചെയ്യണമേ, വൻ കാര്യങ്ങളെ ചെയ്യണമേ. വ്യക്തികളും കുടുംബങ്ങളും അതിനായി ഒരുക്കപ്പെടട്ടെ, സഭയായി ഒരുക്കപ്പെടട്ടെ. വന്നുചേരാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സഭയാം കുടുംബത്തെ മുഴുവനായും വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുസാന്നിധ്യം കൂടിയിരിക്കണേ. ഹോസ്പിറ്റലായിരിക്കുന്ന സഹോദരൻ അശോകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മേല് ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. ദൈവത്തിന് സൗഖ്യത്തിന് ശക്തി ശരീരത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തുളഞ്ഞു കയറട്ടെ. തൻ്റെ പാദം മുതൽ ശിരസ് വരെ ചൂടുപിടിക്കട്ടെ. ചൂടുപിടിച്ചെഴുന്നേറ്റ് വരട്ടെ. ചൂടുപിടിച്ചെഴുന്നേറ്റ് വരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. സഭയാകുന്ന നെറ്റ്വർക്കിനകത്ത് എല്ലാവരും ചേർന്നിരിക്കട്ടെ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കും. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം.